അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വബില്ലാഹി വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹുമ്മ ജഅൽ കൈദഹും ഫീ നുഹൂരിഹിം വക്ഫിനാ ശുറൂറഹും. ഹസ്ബിയല്ലാഹു വകഫാ സമിയല്ലാഹു ലിമൻ ദആ ലൈസ വറാ അല്ലാഹി മുൻതഹാ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. اللهم صل وسلم وبارك على حبيبك سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. بمحمد المختار يا مولاي خير الأنام وسيد الشفعاء وبسيد الصديق ثم بسيدي عمر المفدى ثاني الخلفاء وبسيده عثمان ثم بسيدي زوج البطول علي ذي الهيجاء وبطلحة ثم الزبير وسعدهم وسعيدهم ذي المجد والآلاء وبابن عوف من سما فلك الللا وأبي أبيدة سيد الأمناء أمن علي بتوبة مقبولة تمحو بها عني عظيم خطائي هم أهل بدر لا يضام محبهم فبحقهم يقبل جميع دعائي رضوان ربي دائما يغشاهم ما ناهت الورقاء بالبطهاء إلى محمد سيدنا محمد. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണ് ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ കുടുംബം എന്നതിന് അറബിയിൽ ആല് എന്നും അയ്യാൽ എന്നും അഹ്ല് എന്നും പറയും. അഹ്ല് വളരെ വിശാലമായ അർത്ഥത്തിലുള്ളതാണ്. അതിന് താഴെ അർത്ഥം കിട്ടുന്നതാണ് ആല്. അയ്യാൽ എന്ന് പറഞ്ഞാൽ രക്തബന്ധം ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ്. അതിൽ മക്കളാണ് ഉൾപ്പെടുക പ്രധാനമായും. മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായി ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. സാഹോദര്യ ബന്ധം ഏറ്റവും വലിയ ബന്ധമാണ്. മുഅ്മിനീങ്ങൾ പരസ്പരമുള്ളത് സാഹോദര്യ ബന്ധമാണ്. അതിന് ഇഖ്വത്ത് എന്ന് പറയും. അൽ ഉഖുവത്തു ഫിൽ ഇസ്ലാം എന്ന മദ്രസയിലെ ബുക്കിലൊരു പാഠമുണ്ട്. ഇസ്ലാമിലെ സാഹോദര്യ ബന്ധം എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. സാഹോദര്യബന്ധം നിലനിൽക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. തകരാൻ 3 കാര്യം ചെയ്താൽ മതിയാവും. നേരാവാൻ കുറേ കാര്യം ചെയ്യണം. കേടരാൻ വെറും 3 കാര്യം മതി. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാഹോദര്യബന്ധം തകർക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്മേൽ നമുക്ക് തുടങ്ങാം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ് എന്ന് പറയാണ് ആദ്യം പരിശുദ്ധ ഖുർആൻ. ഇഖ്വത്ത് എന്ന വാക്ക് രക്തത്തിൽ പിറന്നവർക്ക് ഉപയോഗിക്കുന്ന വാക്കാണ്. ശരിക്ക് മുതലോരക്കിനടുത്തൊക്കെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇഖ്വത്തിനും അഖവാത്തിനും സമ്പത്തിൽ ഓഹരിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുതലിൽ ഓഹരി കിട്ടുന്ന രക്തബന്ധത്തെയാണ് ഇഖ്വത്ത് എന്ന് പറഞ്ഞത്. അതേ പ്രയോഗമാണ് മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ പറഞ്ഞു വന്നിട്ട് അവസാനെത്തുമ്പോൾ
3 കാര്യങ്ങൾ ചെയ്താൽ സാഹോദര്യം തകരും എന്ന് പറയുന്നുണ്ട്. അതിലൊന്നാമത്തേത് കളിയാക്കലാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻകും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. ഒന്ന് കളിയാക്കിയാൽ സാഹോദര്യ ബന്ധം തകരുന്നതാണ്. ലാ യസ്ഖർ ഖൗമുൻ, ഒരു കൂട്ടരും കളിയാക്കരുത്. ഖൗമൻ, മറ്റൊരു കൂട്ടരെ. പരിഹാസം ദഅവത്തല്ല എന്നാണ്. ഇസ്ലാമിക പ്രബോധനത്തിൽ കളിയാക്കുക, അതിൻ്റെ ആധുനിക ഭാഷയാണ് ട്രോള് എന്ന് പറയുന്നത്. കളിയാക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, പുതിയ ഭാഷ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ട്രോളൽ ദഅവത്തല്ല എന്നാണ്. ഇസ്ലാമിക ദഅവത്തിൽ കളിയാക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. ഉണ്ടെങ്കിൽ അമ്പ്യാക്കൾ ചെയ്യണമല്ലോ. എടാ അബുജായിലെ ഉളുപ്പില്ലാത്തവനെ എന്നൊന്നും പറഞ്ഞതായിട്ട് നമുക്ക് എവിടെയും കാണാൻ കഴിയൂല. ധൈര്യം ഉണ്ടടാ എനിക്ക് ഇത്ര പോരൂലെ പോത്തെ എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെയൊന്നും അബുജാലിനോട് പറഞ്ഞതായിട്ടൊന്നും എവിടെയും കാണൂല. ഇസ്ലാമിക ദൈവത്തിൽ കളിയാക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല ശരിക്ക്. അപ്പോൾ അതുകൊണ്ട് പരിഹാസം, ട്രോളൽ എന്നത് ദൈവത്തല്ല, അത് സാഹോദര്യബന്ധം തകർക്കുന്നതാണ്. ആരും ആരെയും കളിയാക്കാൻ പാടില്ല. ഒരു സമൂഹവും മറ്റൊരു സമൂഹത്തെ കളിയാക്കാൻ പാടില്ല. ലാ യസ്ഹർ ഖൗമുൻ, ഒരു കൂട്ടരും പരിഹസിക്കരുത്. യസ്ഹർ എന്നുള്ളതിൻ്റെ ശരിക്ക് നമ്മളെ ഇന്നത്തെ ഒരു ഭാഷയിൽ അർത്ഥം വെച്ചാൽ കൊച്ചാക്കരുത് എന്നാണ്. ലാ യസ്ഹർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ കൊച്ചാക്കരുത്. അസാ അൻ യകൂനൂ ഖൈറൻ മിൻകും, പരിഹസിക്കുന്നവർ, പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഖൈറായിരിക്കും. വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെയും കളിയാക്കരുത്. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, കളിയാക്കപ്പെടുന്നവൾ കളിയാക്കുന്നവളേക്കാൾ ഖൈറായവളായിരിക്കും. ഇന്ന് വലിയ വലിയ പ്രഭാഷണങ്ങൾ വരെ പരിഹാസമായി മാറിയിട്ടുണ്ട്. വലിയ വലിയ പരിപാടികൾ വരെ, വലിയ വലിയ സമ്മേളനങ്ങൾ വരെ കളിയാക്കലാണ്. അതിന് നമ്മൾ നല്ല പേരൊക്കെ ഇടും. ഹാസ്യ കഥാപ്രസംഗം എന്നൊക്കെ പറയും, രാഷ്ട്രീയ ഹാസ്യ കഥാപ്രസംഗം എന്നൊക്കെ പറയും. വലിയ വലിയ പരിപാടിയൊക്കെ കളിയാക്കുന്ന പരിപാടിയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കളിയാക്കിയാൽ സാഹോദര്യബന്ധം തകരുമെന്നാണ് പരിശുദ്ധ ഖുർആൻ. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത് വലാ തൽമിസു അൻഫുസകും, സ്വന്തം ശരീരത്തെ ആക്രമിക്കരുത്. ഒരുപാട് വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള ഒരു വചനമാണ് സ്വന്തം ശരീരത്തെ ആക്രമിക്കരുത് എന്നത്. സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം ആത്മഹത്യയാണ്. ആത്മഹത്യാ പ്രവണത സാഹോദര്യബന്ധം തകർക്കുമെന്നാണ്. അതുകൊണ്ട് അത് വളരാൻ അനുവദിക്കാൻ പാടില്ല. ഖളായിലുള്ള വിശ്വാസം ആത്മഹത്യയെ തടയും. മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള വിശ്വാസമാണ് ഖളായിലുള്ള വിശ്വാസം. ഖളായിൽ ഒരാൾക്ക് വിശ്വാസം വന്നതിൻ്റെ ശേഷം അള്ളാനെ വിശ്വാസം വരിക എന്നുള്ളത് ഉണ്ടാവില്ല. അള്ളാനെയും അള്ളാൻ്റെ റസൂലിനെയും വിശ്വാസം വന്നാൽ ഖളായിലും ഖദറിലും വിശ്വാസം വരലാണ് ഉണ്ടാവുക. ഖളാ ഉള്ള അല്ലല്ല, അള്ളാൻ്റെ ഖളാ ആണ്. ഖളാ മനസ്സിലായി, അതുകൊണ്ട് അള്ള ഉണ്ട് എന്നൊരാൾക്ക് തോന്നൂല. അള്ള ഉണ്ട്, അതുകൊണ്ട് ഖളാ ഉണ്ട് എന്നേ തോന്നുള്ളൂ. അതുകൊണ്ട് അള്ളാനെയും അള്ളാൻ്റെ റസൂലിനെയും വിശ്വാസം വന്നാലേ ഖളായിലും ഖദറിലും വിശ്വാസം വരുള്ളൂ. ഖളായിലും ഖദറിലും വിശ്വാസമുണ്ടെങ്കിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടാവൂല. അപ്പൊ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമം അതാണ് ഒന്ന് ആത്മഹത്യ എന്ന് പറയുന്നത്. ഇങ്ങനെ സ്വന്തം ശരീരത്തോട് ഒരുപാട് ആക്രമണങ്ങളുണ്ട് എന്നാണ്. വൃത്തിയില്ലാതെ നടക്കുക സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ്. രോഗമുണ്ടാവുമ്പോൾ മരുന്ന് കഴിക്കാതിരിക്കുക സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ്. തവക്കുലിൻ്റെ വലിയ അയലാമർത്തബയിലുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പനി ഉണ്ടായി എന്നാണ്. പനി ഉണ്ടായപ്പോൾ മൂപ്പരോട് ആൾക്കാർ ചെന്നിട്ട് പറഞ്ഞു, ഒന്ന് പോയിട്ട് ഡോക്ടറെ കാണല്ലേ എന്ന് ചോദിച്ച്. അതിൽ മൂപ്പർ പറഞ്ഞു, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരികയാണ് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, എന്തേ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു,
ഞാൻ എനിക്കിഷ്ടമുള്ള മാതിരിയൊക്കെ കാട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അള്ളാനെയാണ് മൂപ്പര് ഉദ്ദേശിക്കണതേ. അപ്പം അങ്ങനെ തവക്കുലിൻ്റെ വലിയ മർത്തബയിലുള്ള ആൾക്കാരെ പറ്റിയിട്ടല്ല ഞാൻ ഈ പറയണത് കേട്ടോ. ദണ്ണുണ്ടാകുമ്പോൾ മരുന്ന് കഴിക്കണം, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. കഴിക്കാതിരിക്കുന്നത് സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ്. മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ മൂത്രമൊഴിക്കണം, അല്ലെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കിഡ്നിയൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നതാണ്. മൂത്രം എന്ന നിയമത്താണത്രേ മനുഷ്യൻ ഏറ്റവും കൂടുതൽ നിഷേധത്തോടുകൂടെ കാണുന്ന നിയമത്ത് എന്നാണ്. മനുഷ്യൻ ഏറ്റവും നിഷേധത്തോടു കൂടെ രാത്രി 1:30 മണിക്ക് വേങ്ങര അങ്ങാടിയിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് കോയപ്പാപ്പാൻ്റെ മക്ബറിൻ്റെ അടുത്ത് വന്നാൽ 1.5 ലക്ഷം ഉറുപ്യ തരാമെന്ന് ഒരാൾ പറഞ്ഞാൽ മൊബൈലിൽ അലാറം വെച്ചിട്ട് പോയി കാത്തുക്കും. അതേ സമയത്ത് ഒരു 1.5 മണിക്കൊന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ പണ്ടാരം മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടെന്ന് പറയും. എന്തേ? 1.5 ലക്ഷം നിയമത്താണ്. മൂത്രമൊഴിക്കാൻ മുട്ടൽ നമുക്ക് നിയമത്തല്ല. അതാണ് കാരണം. നിയമത്തൊക്കെ സ്വീകരിക്കാൻ നമ്മൾ റെഡിയാണ്. 2 ലക്ഷം ഉറുപ്യ നമുക്ക് നിയമത്താണ്. 3 കോടി ഉറുപ്യ ഉണ്ടായാലും ഒരു തുള്ളി മൂത്രം ഉണ്ടാക്കാൻ കഴിയൂല. ഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ മൂത്രം ഉണ്ടാക്കല്ല, രക്തത്തിൽ നിന്ന് ദുഷിച്ച നീരിനെ കുത്തിയെടുത്ത് കളയുന്ന പരിപാടിയാണ് ഡയാലിസിസ് എന്ന് പറഞ്ഞത്. മൂത്രം ഉണ്ടാക്കാൻ അള്ളാന്റെ മെഷീൻ തന്നെ ഉള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ നിഷേധിക്കുന്ന നിഅമത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത് മൂത്രമെന്ന നിഅമത്താണ് എന്നാണ്. ഇങ്ങനെ ഒരുപാട് നിഅമത്തുകളെ നമ്മൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണത്. വളരെ പ്രധാനപ്പെട്ടതും ഇന്നത്തെ സാഹചര്യത്തിൽ പറയേണ്ടതുമായ ഒരക്രമമുണ്ട്. ബുദ്ധിയെ ആക്രമിക്കലാണത്. ലഹരി ഉപയോഗിക്കൽ ബുദ്ധിയോട് ചെയ്യുന്ന അക്രമമാണ്. കണക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവിടെ അത്ര കള്ളുടിച്ചു, ഇവിടെ അത്ര കള്ളുടിച്ചു, ഓണത്തിന് അത്ര കുടിച്ചു, ക്രിസ്മസിന് ഇത്ര കുടിച്ചു, പെരുന്നാൾക്ക് ഇത്ര കുടിച്ചു. കണക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ആലോചിക്കേണ്ടത്. പുതിയ തലമുറ ലഹരിക്കടിമപ്പെടാതിരിക്കാൻ മുതിർന്നവർ, കാരണന്മാര്, മുതിർന്നവര്, വാപ്പാര്, ജ്യേഷ്ഠന്മാര് അടയാളങ്ങൾ പ്രത്യക്ഷമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മദ്യപാനികൾക്ക് ദുനിയാവിലും ആഖിറത്തിലും അടയാളം ഉണ്ടാവുന്നതാണ്. കള്ളുകുടിയെന്നാളെ മഹ്ശറയിൽ ഹാജരാകുമ്പോ അവന്റെ കഴുത്തിൽ ഒരു പാത്രം തൂങ്ങുന്നുണ്ടാകുമെന്നും അതിൽ നിന്ന് ദുർഗന്ധം വരുന്നുണ്ടാകുമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ കുറച്ച് എക്കോ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ആ മതിലിൻ്റെ ആയിരിക്കും അതെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എക്കോ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ഒന്ന് കുറച്ചാൽ നന്നായിരുന്നു. ഒരു പക്ഷേ അവിടെ അങ്ങനെ ഒരു ഉയരമുള്ള മതിലുണ്ടായതുകൊണ്ടായിരിക്കും. ഞാൻ ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ കുറേ അപ്പുറത്തുനിന്ന് ആരോ താളം കാട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ അതേമാതിരി വേറൊരാൾ അപ്പുറത്തുനിന്ന് പറയാം. ഒരു യാനബി എല്ലാവരും ചൊല്ലി, യാനബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. മുഅ്മിനീങ്ങളെ, അപ്പോൾ സ്വന്തം ശരീരത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് പുതിയ തലമുറയിൽ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നുണ്ടോ നോക്കണം. കള്ളുകുടി, ലഹരിയുടെ ഉപയോഗം ഏത് കാലത്തും അതിന് ലക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷെ എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കൂല ലക്ഷണം. പണ്ടൊക്കെ കള്ളുടിച്ച ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ WWW എന്ന് എഴുതിയ മാതിരിയ വരിക. അതൊരു അടയാളമാണ്. പക്ഷെ ഇന്ന് ആ അടയാളമില്ല. ഇന്ന് ആട്ടം നിർത്തിയിട്ടുണ്ട്, ആടൂല, നേരെ ഇങ്ങനെ വരികയുള്ളൂ. അപ്പം അതുകൊണ്ട് പഴയ ലക്ഷണങ്ങൾ പുതിയ കാലത്ത് ഉണ്ടാവില്ല. അപ്പം ലക്ഷണം വേറെ ഉണ്ടാവും. പണ്ടൊക്കെ ഇങ്ങനെ കള്ളുടിച്ചാൽ ഓൻ്റെ കണ്ണ് ചോക്കും. ഇപ്പോൾ കള്ളുടിച്ചാൽ അതിൻ്റെ ഒപ്പം തന്നെ കണ്ണിനൊറ്റിക്കാനുള്ള മരുന്നും കിട്ടും. വല്യമ്മാൻ്റെ അളന്നീം കോയമ്പാണെന്നാണ് തോന്നുക. അപ്പോൾ അതുകൊണ്ട് കണ്ണ് ചോക്കലും ഇല്ല. അങ്ങനെയാണ്. കള്ളുടിച്ചാൽ വാസന ഉണ്ടാവും. ഇപ്പോൾ വാസന നിർത്തിയെന്നാണ് കേട്ടത്. മദ്യം, ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ലഹരിയുടെ കൂടെ തന്നെ തൊള്ളയിലിടാൻ പറ്റിയ നല്ല ഊതിൻ്റെയൊക്കെ വാസനയുള്ള പാക്കൊക്കെ കിട്ടും. അപ്പോൾ കള്ളുടിച്ചിട്ട് വരുമ്പോൾ ആള് ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വരിക എന്നൊക്കെ തോന്നുക. നല്ല ഊതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ പഴയ അടയാളങ്ങൾ ഉണ്ടാവില്ല, പുതിയ അടയാളങ്ങൾ നോക്കണം.
എന്താണ് പുതിയ അടയാളങ്ങൾ? ഞാൻ ഇപ്പോൾ കുറച്ച് അടയാളമാണ് പറയേണ്ട കാര്യമൊന്നുമില്ല, നാളെ അത് മാറും. എന്നാലും കുറച്ച് അടയാളം പറയാം. ഒന്ന്, പാൻറ്റിൻ്റെ പോക്കറ്റ് വാസന ഉണ്ടാവും എന്നുള്ളതാണ്. തിരുമ്പാൻ വേണ്ടി കഴിച്ചിടുമ്പോൾ ഉമ്മാർ നിർബന്ധമായിട്ടും കുട്ടികളെ പാൻറ്റിൻ്റെ പോക്കറ്റ് വാസനിച്ച് നോക്കണം. ചന്ദനത്തിരിയുടേതുപോലെയുള്ള വാസനകൾ തോന്നുന്നുണ്ടെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ അതിൽ വെച്ചു എന്നതിൻ്റെ ഒരു ചെറിയ തെളിവായിട്ട് അതെടുക്കാം. വാസന ഒന്നുമില്ല, അതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കരുത്. അതൊരടയാളാണെന്നേ ഉള്ളൂ. ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. രാത്രി കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളങ്ങൾ കണ്ടാൽ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. വീട്ടിലാകുന്ന സമയത്തെപ്പോഴും വാതിൽ കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗത്തിൻ്റെ അടയാളമാണ്. ഒഴിഞ്ഞിരുന്ന് ദൂരേക്ക് ഇങ്ങനെ നോക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. 20 രൂപയോ 50 രൂപയോ തുടങ്ങിയ 100 രൂപയിൽ താഴെയുള്ള പൈസ പെരേന്ന് ഇടക്കിടക്ക് കാണാതാകണത് വീട്ടിലാർക്കോ ലഹരി ഉപയോഗമുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. രാത്രി കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചെറിയ ചെറിയ പെട്ടികൾ കാണുന്നത്, ചെറിയ ബോക്സ്, എന്തിൻ്റെന്നറിയാത്ത ചെറിയ ചെറിയ ബോക്സുകൾ കാണുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ, ലാപ്ടോപ്പ്, സൈക്കിള്, മോട്ടോർ സൈക്കിള് പോലത്തെ സാധനങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ടുണ്ടാകുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമായി കണക്കാക്കാം. ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നതും കണ്ണിൻ്റെ ചുറ്റുഭാഗത്ത് അടയാളമാറ്റം കാണപ്പെടുന്നതും ലഹരിയുടെ അടയാളമായി മനസ്സിലാക്കാം. അകന്ന കുടുംബത്തോട് ദേഷ്യവും അകന്ന കുടുംബത്തോട് അമിതമായ ഇഷ്ടവും അടുത്ത കുടുംബത്തോട് അടങ്ങാത്ത ദേഷ്യവും കാണിക്കുന്നത് ലഹരിയുടെ ഉപയോഗത്തിൻ്റെ അടയാളമായി മനസ്സിലാക്കാം. ഉമ്മാനോടും പെങ്ങന്മാരോടും വലിയ വീറ, ഇളയമാൻ്റെ മാളെ കെട്ടിച്ചു കൊടുത്ത് കിടക്കിടക്ക് പോണുണ്ട്. അകന്ന കുടുംബത്തോട് താല്പര്യം, അടുത്ത കുടുംബത്തോട് ദേഷ്യം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് ലഹരി ഉപയോഗം ഉണ്ടോ നോക്കണം. ഈ പറഞ്ഞത് നാട്ടുകാരെ കുട്ടികളെ പറ്റിയിട്ടല്ല, അവനാൻ്റെ കുട്ടികളെ നോക്കണം എന്നാണ് ഞാൻ ഈ പറയുന്നത്. അത് മറ്റവനോട് ഇക്കാരെന്ന് വിചാരിക്കരുത്. ഈ ഇരിക്കണ എല്ലാവരോടുമാണ്, സ്റ്റേജുമുള്ളവരോടും സദസ്സിലുള്ളവരോടും ഇന്നോടും നിങ്ങളോടും എല്ലാവരോടുമാണ് ഈ പറയണത്. അവനാൻ്റെ കുട്ടികളെ നോക്കണം. ഈ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും 3 അടയാളങ്ങൾ കാണുകയാണെങ്കിൽ ലഹരിയുടെ ഉപയോഗമുണ്ടെന്ന് ഏകദേശം ഉറപ്പിക്കാം. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രീയമായ ചികിത്സ നൽകണം. ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് ലഹരിക്കടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പറയുന്ന പേര്. ഗവൺമെൻറ്റും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് ലഹരിക്കടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥലങ്ങൾക്ക് പറയുന്ന പേര്. അവിടെ കൊണ്ടുപോയാൽ കൗൺസിലിംഗ് കൊണ്ട് മാറ്റാൻ കഴിയുന്നതായിരിക്കും തുടക്കത്തിലാണെങ്കിൽ, അത് മതിയാവും. എന്നാൽ ഭൂരിഭാഗവും മരുന്ന് കൂടി കഴിക്കേണ്ടി വരും. അങ്ങനെ മരുന്ന് കൊടുത്താൽ ഇന്ന് മാറ്റിയെടുക്കാവുന്ന അസുഖമാണ് അഡിക്ഷൻ. മരുന്ന് കൊടുത്താലും മാറ്റിയെടുക്കാം. വേറൊരു കാര്യം കൂട്ടത്തിൽ പറയാം, ലഹരിയേക്കാൾ വലിയ അഡിക്ഷൻ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കിയ വലിയ അഡിക്ഷൻ ഒരു പക്ഷേ ലഹരി ആയിരിക്കും, പക്ഷെ സത്യത്തിൽ ലഹരിയേക്കാൾ വലിയ അഡിക്ഷൻ ഉണ്ട്. ഗെയിം അഡിക്ഷനാണ് ഏറ്റവും വലിയ അഡിക്ഷൻ. ലഹരിയുടെ മേലെയാണത്. ലഹരിക്ക് താഴെയുള്ള അഡിക്ഷനും ഉണ്ട്. ഷോപ്പിംഗ് അഡിക്ഷനാണ് ഏറ്റവും ചെറിയ അഡിക്ഷൻ. ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിക്ക് വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ സൂപ്പർ മാർക്കറ്റിക്കാണ് കയറിയിട്ട് ആ കൊട്ടയും വലിച്ചുങ്ങാണ്ട് ഇങ്ങനെ നടന്നുങ്ങാണ്ട് കാണുന്നതൊക്കെ അതിക്ക് ഇങ്ങനെ എടുത്തിട്ടിട്ട് ബില്ലടക്കുക. ആവശ്യമൊന്നുമില്ല, കണ്ടപ്പോൾ എടുക്കുക തന്നെ. അവസാനം കീശയിലുള്ള കായ് തികയില്ല, അപ്പോൾ കാർഡ് എടുത്ത് കൊടുക്കുക.
അതും തികണില്ല. അപ്പോൾ പിന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നാളെ തരട്ടോ എന്ന് പറയാം. ഏറ്റവും ചെറിയൊരു അഡിക്ഷനാണത്. സൂപ്പർ മാർക്കറ്റിലേക്ക് പോണതിന് കുഴപ്പമൊന്നുമില്ല, പോണതിന് മുമ്പ് നമുക്ക് എന്തേ സാധനം വേണ്ടതെന്നുള്ളതിൻ്റെ ലിസ്റ്റ് വേണം. എന്നിട്ട് പോയിട്ട് ആവശ്യമുള്ള സാധനം വില കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതും നോക്കി തിരഞ്ഞെടുക്കണം. വില കുറയണം, അത് നമ്മളെ സാമ്പത്തികത്തിൻ്റെ ഭാഗമാണ്. അതേ സമയത്ത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്താൽ ജീവിതത്തിൻ്റെ നിലവാരം കുറയുമെന്നാണ്. ക്വാളിറ്റി ഉള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾ ക്വാളിറ്റി ഉള്ള ആളായിരിക്കും. ക്വാളിറ്റി കുറഞ്ഞ വസ്തു ഉപയോഗിക്കുന്ന ആൾ ക്വാളിറ്റി കുറഞ്ഞ ആളും ആയിരിക്കുമെന്നാണ്. അതുകൊണ്ട് ക്വാളിറ്റിയിൽ നിലവാരത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, വിലയിൽ കോംപ്രമൈസ് ഉണ്ടാവും വേണം. കാരണം അത് നമ്മളെ സാമ്പത്തികത്തെ ബാധിക്കും. അപ്പം അങ്ങനെ. അപ്പം ഏറ്റവും ചെറിയ അഡിക്ഷൻ ഷോപ്പിംഗ് അഡിക്ഷനാണ്. ഏറ്റവും വലിയ അഡിക്ഷൻ ഗെയിം അഡിക്ഷനാണ്. അതിൻ്റെ ഇടയിലാണ് ശരിക്ക് ലഹരി അഡിക്ഷൻ ഉള്ളത്. അതേസമയത്ത് ഇന്നത്തെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ബോധവൽക്കരിക്കേണ്ടത് ലഹരി അഡിക്ഷനെ കുറിച്ചാണ് എന്ന് മാത്രം. അത് ബുദ്ധിയെ താറുമാറാക്കും. അത് ബുദ്ധിയെ താറുമാറാക്കുന്നതാണ്. അപ്പോൾ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമം എന്നതിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിശദീകരണമാണ് ലഹരി ഉപയോഗിക്കുക എന്ന് പറഞ്ഞത്. മുസ്ലിങ്ങൾ പരസ്പരമുള്ള സാഹോദര്യബന്ധം തകരാൻ 3 കാരണങ്ങളാണ്. ഒന്ന് കളിയാക്കലാണ്, രണ്ടാമത്തേത് സ്വന്തം ശരീരത്തെ ആക്രമിക്കലാണ്, ഇനി മൂന്നാമത്തേത് പറയാം. മൂന്നാമത്തേതാണ് വളരെ പ്രധാനപ്പെട്ടത്. വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. നിങ്ങളാരും നിങ്ങളുടെ സഹോദരങ്ങളുടെ ടൈറ്റ് പേര് വിളിക്കരുതേ. എൻ്റെ വക ഒന്നുമില്ല കേട്ടോ, ഖുർആൻ ഓതി അർത്ഥം വെച്ചതാണ്. നിങ്ങൾക്ക് ഇന്നോട് ഈറൊടിച്ചിട്ട് ഒരു കാര്യമില്ല, ഇന്നോട് ദേഷ്യം വന്നിട്ട് കാര്യമൊന്നുമില്ല. ഖുർആൻ ഓതി അർത്ഥം വെച്ചതാണ്. വലാ തനാബസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. മുഅ്മിനീങ്ങൾക്കിടയിലുള്ള സാഹോദര്യ ബന്ധം തകർക്കും ടൈറ്റ് പേര് വിളിച്ചാൽ. ഇന്ന് നമുക്കിടയിൽ ചില ആളുകളുടെ ഒറിജിനൽ പേര് എന്താണെന്ന് പോലും അറിയാത്ത തരത്തിൽ ടൈറ്റ് പേര് വ്യാപകമാണ്. ഓമനപ്പേരല്ല ഉദ്ദേശിച്ചത് കേട്ടോ, അത് വിളിച്ചോളി, കുഴപ്പമൊന്നുമില്ല. സ്ഥാനപ്പേരും അല്ല ഉദ്ദേശിച്ചത്, അതും വിളിച്ചോളി, അതിനും കുഴപ്പമില്ല. സ്ഥാനപ്പേരല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ലഖബലം എന്ന് പറഞ്ഞാൽ സംഗതിയിൽ ഓമനപ്പേരാണ്. പക്ഷെ ഇവിടുത്തെ ഉദ്ദേശം ഓമനപ്പേരല്ല, അതിന് കുഴപ്പമില്ല. കുഞ്ഞുട്ടിയോലേര് എന്ന് വിളിക്കണതിന് കുഴപ്പമൊന്നുമില്ല, കുഞ്ഞാപ്പുവാജി എന്ന് വിളിക്കണതിന് കുഴപ്പമില്ല. അത് ഓമനപ്പേരാണ്. വിളിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും സന്തോഷം ഉണ്ടെങ്കിൽ ഒരു വിരോധമില്ല. അല്ലെങ്കിലും പേര് വിളിക്കുമ്പോൾ വിളിക്കണവന് ഇഷ്ടപ്പെട്ട പേരല്ല വിളിക്കേണ്ടത്, കേൾക്കണവന് ഇഷ്ടമുള്ള പേരാ വിളിക്കേണ്ടത്. വിളിക്കണ ആൾക്ക് എന്തെല്ലാം ഇഷ്ടമുണ്ടാവും. വിളിക്കുന്നവന് ഇഷ്ടപ്പെട്ട പേരിനെയല്ല നല്ല പേരെന്ന് പറയുന്നത്. കേൾക്കുന്നവന് കേൾക്കാൻ ഇഷ്ടമുള്ള പേരാണ് നല്ല പേര്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാനുള്ള കോണിപ്പടിയാണ് അവന്റെ പേരെന്നാണ്. ഏതൊരു മനുഷ്യന്റെയും വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാൻ അവന്റെ പേര് സഹായിക്കുമെന്നാണ്. അപ്പം നമ്മളെല്ലാവരും കൂടി ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങളെല്ലാവരും 3ാം ക്ലാസ്സുകാരാണെന്ന് വിചാരിച്ചോളി, ഞാൻ 3ാം ക്ലാസ്സിൽ ഉസ്താദുമാണ്. അങ്ങനെ വിചാരിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങളെല്ലാവരും ഇപ്പം 3ാം ക്ലാസ്സിലാണല്ലോ, ഞാൻ 3ാം ക്ലാസ്സിൽ ഉസ്താദാണ്. അപ്പോൾ 3ാം ക്ലാസ്സിൽ ഉസ്താദ് കുട്ടികളോട് പറയാണ്, ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ടുവരീന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആരേലും ഒരാൾ പോയിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ടുവരീന്ന് പറഞ്ഞാൽ ആരും നീച്ചൂല. എല്ലാവരും കരുതും അത് മറ്റോ പോയിക്കോളും, ആരേലും ഒരാളല്ലേ, അതോ പോയിക്കോളും. അതേ സമയത്ത് അബ്ദുറഹ്മാൻ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരീന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ എഴുന്നേൽക്കലും പോകലും നിർബന്ധമാകും. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാനുള്ള കോണിപ്പടിയാണ് അയാളുടെ പേര്. പരിചയപ്പെടുന്ന ആളുകളുടെ ഒക്കെ പേര് ചോദിക്കണം എന്നാണ്. പേര് ചോദിച്ച ആളുകളെ മഹ്ശറയിൽ കണ്ടുമുട്ടുമെന്നാണ്. ചിലപ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റിക്കോണമെന്നൊന്നുമില്ല. എല്ലാവരും കൂടിയും പേരെങ്ങനെ ആലോചിക്കാം. എനിക്ക് തീരെ കഴിയാത്തൊരു പരിപാടിയാണ്. ഒരിക്കൽ കണ്ടാളെ പിന്നെ ഒരിക്കൽ കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ആയത്തു ഹദീസൊന്നും മറക്കൂല, പക്ഷെ ആൾക്കാരെ മറക്കും. പിന്നെ ഗൾഫിലൊക്കെ ചെന്നാൽ ചില ആൾക്കാർ 2-3 ദിവസമൊക്കെ ഓരോ വണ്ടിയിൽ നടന്നിട്ടുണ്ടാവും. പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ആളെ ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇന്നെ അറിയില്ലേ എന്ന് ചോദിക്കും.
ശരിക്കും പരിചയപ്പെടാൻ നിങ്ങൾക്ക് ഇന്ന അറിയില്ലെന്ന് ചോദിക്കാൻ പറ്റൂല എന്നാണ്. ഞാൻ ഇന്ന ആളാന്ന് പറയാണ് വേണ്ടത്. ശരിക്ക് ഒരാളെ നമ്മൾ കാണുമ്പോൾ കുറച്ചാലായിട്ട് തന്നെ കണ്ടിട്ട് വെച്ചാൽ ശരിക്ക് അസ്സലാമു അലൈക്കും ഇന്നെ മനസ്സിലായോ എന്നല്ല ചോദിക്കേണ്ടത്. പിന്നെ അസ്സലാമു അലൈക്കും ഞാൻ സാലിം ഫൈസിയാണ് എന്നാണ് പറയേണ്ടത്. അതാണ് ശരിയായ പരിചയപ്പെടൽ. കുറേ ഗൾഫീർ പ്രത്യേകിച്ച് എന്ത് ചെയ്യും, അസ്സലാമു അലൈക്കും മനസ്സിലായില്ലേ എന്ന്. ഇല്ല മനസ്സിലായില്ല, നിങ്ങൾക്കൊന്നും ഇപ്പം മനസ്സിലാവൂലേ എന്ന്. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ ഞാൻ ഇന്ന ആളാന്നാണ് പറഞ്ഞാൽ കുറേ എന്തേലും വെറുതെ മനുഷ്യന്മാരെ അടങ്ങാറാക്കേണ്ട കാര്യം എന്താ? അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയല്ല പരിചയപ്പെടേണ്ടത്. സ്വന്തത്തെ ആദ്യം പരിചയപ്പെടുത്തണം. ഞാൻ ഇന്ന ആളാണ് എന്ന് പറയാൻ ഒരാൾക്ക് കഴിയുക, അത് വലിയൊരു സംഭവമാണ്. അപ്പം എന്താ വെച്ചാൽ പേരിനെ പറ്റി പറഞ്ഞതാണ്. ഏതൊരു മനുഷ്യൻ്റെയും വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാൻ അവൻ്റെ പേര് സഹായകമാകുമെന്നാണ്. അത് വാപ്പട്ട പേര്. പിന്നെ സ്ഥാനപ്പേര് വിളിക്കുക. പിന്നെ വിളിക്കുകയാണെങ്കിൽ ഫൈസി എന്ന് ചുരുക്കി വിളിക്കുക, സ്ഥാനപ്പേരാണത്, അത് വിളിക്കുക. അതേപോലെ ഓമനപ്പേരും വിളിക്കാവുന്നതാണ്. പക്ഷെ ഇപ്പറഞ്ഞ പേര് അതൊന്നുമല്ല, നമ്മളായിട്ടിട്ട പേര് അതുണ്ടാവും ചിലത്. 4ാം ക്ലാസ് പഠിക്കണ സ്കൂൾ പഠിക്കണ കുട്ടി ഒരു ദിവസം സ്കൂളിട്ട് വന്നപ്പോൾ വാപ്പാട് പറഞ്ഞു, വാപ്പാ ഞങ്ങളെ ഹെഡ്മാഷ എല്ലാവരും ചേനത്തലേന്നാ വിളിക്കല്. അതിൽ വാപ്പ പറയാണ്, എന്ത് ചേനത്തലേന്നാ വിളിക്കല്? അതിൽ വാപ്പ പറഞ്ഞു കൊടുത്തു, അങ്ങനെ അയാൾക്ക് പറ്റിയ പേരെന്നാണ് അത് എന്ന്. എന്നിട്ട് ഞാൻ കുട്ടി ഇവനെ സിറാത്ത് പാലം കിടക്കണ സമയത്ത് കയ്യമ്മ പിടിച്ചുങ്ങാണ്ട് മണ്ടണത്തരെ. ഏത് ഗുരുനാഥനെ ചേനത്തല എന്ന് വിളിച്ച ആ കുട്ടി നടക്കുക പരിപാടി. അതപ്പം തന്നെ തിരുത്തണം. മോനെ ആര് വിളിച്ചാലും വാപ്പാൻ്റെ കുട്ടി വിളിക്കരുത് കിട്ടോ എന്ന് അപ്പം തന്നെ പറയാൻ വേണ്ടി പറ്റണം. പരിഹാസങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കണതാണ്, ടൈറ്റ് പേരൊക്കെ നമ്മൾ പഠിപ്പിക്കണതാണ്. അതിപ്പോൾ എല്ലാവരും അങ്ങനെ ആവുമ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞാലല്ലാതെ പിന്നെ എങ്ങനെയെന്ന് പറയും. അല്ലാതെ എത്രോട്ടം പറഞ്ഞാലോ അറിയാച്ചാൽ അത്രോട്ടം പറയാനാണ് തീരുമാനിക്കണം. അതിപ്പോൾ ഞാൻ മാത്രം വിളിക്കാതിരുന്നിട്ട് എന്താ കാര്യം? നനക്ക് മാത്രം വിളിക്കാതിരുന്ന എന്താ പറ്റുക? ലവമാണല്ലോ. എല്ലാവരും വിളി നിർത്തിയിട്ട് വേണം ഇഞ്ചി വിളിക്കാൻ നിർത്താൻ എന്നൊന്നും തീരുമാനിക്കണ്ടല്ലോ. അനക്ക് മാത്രമാണ് വിളിക്കണ്ടെന്ന് തീരുമാനിച്ചാലും സംഗതി നന്നാവും. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്കിടയിലുള്ള ബന്ധം തകർക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ടൈറ്റ് പേര് വിളിക്കൽ, നിക്നെയിം, പേര് ഉപയോഗിക്കുക എന്നത്. അതുകൊണ്ട് ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, ആ പേര് വളരെ ചീത്തയുമാകുന്നു, ഈമാനിന് ശേഷം ചെയ്യുന്ന തമ്മാടിത്തരവുമാകുന്നു. തമ്മാടിത്തരാണ് അത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ടൈറ്റ് പേര് വിളിക്കൽ. അപ്പോൾ ബന്ധങ്ങൾ ധാരാളമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള ബന്ധം എന്ന് പറയുന്നത്. വേറൊരു ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളോട് മക്കൾക്കുള്ള കൊടുക്കുക. ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തോളി കേട്ടോ, വെള്ളം ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തോളി. ബക്കറ്റ് പിരിവാണല്ലേ നമുക്ക്, അതും അതിൻ്റെ ഇടയിൽ നടന്നോട്ടെ. ചിലപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ നീച്ചു പോയാൽ ഓലരുന്ന് കായിട്ടൂല. അപ്പം അതുകൊണ്ട് ബക്കറ്റ് പിരിവും ആ വെള്ളത്തിൻ്റെ കൂടെ നടന്നോട്ടെ. ഏതായാലും ഇപ്പോൾ ഒരു കലപുല ഉണ്ടാവും, ആ കൂട്ടത്തിൽ രണ്ടും കഴിഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾ കായ് എടുത്ത് കൈ പിടിച്ചോളി, അതിൻ്റെ ഒപ്പം വെള്ളം കിട്ടുമോ വാങ്ങിയിട്ട് കുടിക്കുകയും ചെയ്താളി ട്ടാ. ഇൻഷാ അല്ലാഹ് രണ്ടും നടന്നോട്ടെ. അന്ത ഉമ്മുൻ ചെല്ലി, അന്ത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ശ്രദ്ധിക്കുക മുഅ്മിനീങ്ങളെ. അപ്പോൾ ബന്ധങ്ങൾ കുറേ ഉണ്ട്. ബന്ധമുള്ളവരെയാണ് ബന്ധു എന്ന് പറയുന്നത്. ബന്ധമുള്ള ആൾക്കാർക്കാണല്ലോ നമ്മൾ ഈ ബന്ധു എന്ന് പറയാം. പിന്നെ ബന്ധു എന്ന് നമ്മൾ ഇന്ന് അർത്ഥം വെക്കുന്നത് വേറെ അർത്ഥത്തിലാണ്, അതിലേക്ക് ഞാൻ വരാം. ബന്ധമുള്ള ആൾക്കാർക്കൊക്കെ ബന്ധു എന്ന് പറയും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള സാഹോദര്യ ബന്ധം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ബന്ധമാണ് മാതാപിതാക്കളോട് മക്കൾക്കുള്ള ബന്ധം.
മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബന്ധം നിലനിൽക്കാൻ 10 കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. എന്നാലാണ് ബന്ധം നിലനിൽക്കുക. ഒന്നാമത്തെ കാര്യം, മാതാപിതാക്കൾക്ക് സലാം പറയലിനെ വ്യാപിപ്പിക്കണം. നമ്മളൊക്കെ പറയുന്നുണ്ട്, അത് ഒന്നുകൂടി ഉഷാറാക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഉമ്മാക്കും വാപ്പാക്കും നമ്മളൊക്കെ ഇപ്പോൾ സലാം പറയലുണ്ട്. മുമ്പത്തൊക്കെ അപേക്ഷിച്ച് സലാം പറയലൊക്കെ കൈ പിടിക്കല്ലേ, സ്റ്റേജിമുള്ളവരൊന്നൊക്കെ മേടിച്ചോളി, എൻ്റെ അടുന്നല്ലാത്ത എല്ലാവരും ഒന്നും മേടിച്ചോളി, സാസൊന്നും മേടിച്ചോളി. മുഅ്മിനീങ്ങളെ, മാതാപിതാക്കളോട് മക്കൾക്കുള്ള ബന്ധം സ്ഥിരപ്പെടാൻ, ഉറച്ചു നിൽക്കാൻ 10 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് സലാം പറയലാണ്. നമ്മളൊക്കെ ചെയ്യണ തന്നെയാണ്, ഒന്നുകൂടി ഉഷാറാക്കണം. ഞാനൊരാളെ കണ്ടിട്ടുണ്ട്, അയാൾ ഇടക്കിടക്ക് വരും. എന്തിനാന്ന് ചോദിച്ചാൽ സലാം പറയാൻ വന്നാണ് പറയും. അങ്ങനത്തെ ഒരാൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ താരീഖിൽ അങ്ങനെ ഉണ്ട്. അങ്ങാടിയിലേക്ക് പോകാറുണ്ടായിരുന്നു. എന്തിനാ ചോദിച്ചാൽ ഒന്നിനല്ല, സലാം പറയാനെന്നാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ പരസ്പരമുള്ള സ്നേഹബന്ധം നിലനിൽക്കാൻ പറ്റിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും. നിങ്ങൾക്ക് പരസ്പരം സ്നേഹബന്ധം നിലനിർത്താൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ എന്നാ പറഞ്ഞു തരീന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പറയലിനെ വ്യാപിപ്പിക്കലാകുന്നു എന്ന് പറഞ്ഞു. അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയണം, എല്ലാവർക്കും സലാം പറയണം. അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യം മുസ്ലിങ്ങൾക്കിടയിൽ പരസ്പരം പറയാനുള്ളതാണ്, അല്ലാത്തവരോട് പറയാൻ പറ്റൂല. ഇപ്പം നാളെ ഒരാൾ ചോദിച്ചു, എന്താപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ രക്ഷ എനിക്ക് ഉണ്ടാകട്ടെ എന്നല്ലേ? അതിപ്പോൾ എന്താ എല്ലാവരോടും പറഞ്ഞാൽ കുഴപ്പം, എല്ലാവരും കഴിച്ചിലേക്കോട്ടെ പറഞ്ഞു. അങ്ങനെയല്ല, അത് മനസ്സിലാക്കി കൊടുത്ത് ചെറിയൊരു പ്രശ്നം പറ്റിയതാണ്. അസ്സലാമു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷ എന്നാണ്. അതേ സമയത്ത് സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന അസ്സലാമു കൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ പറയുന്നൊന്ന് ശ്രദ്ധിച്ചോളി, എല്ലാവർക്കും ആവശ്യം ഉണ്ടാവും. അമുസ്ലിങ്ങളോട് സലാം പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നല്ല. അപ്പം എന്താ എല്ലാവരോടും പറഞ്ഞാൽ എല്ലാവരും കഴിച്ചിലേക്കോട്ടെ എന്നൊക്കെ തോന്നും. സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അസ്സലാമു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം രക്ഷ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ഉദ്ദേശാർത്ഥമാണുള്ളത്. അതിന് സാങ്കേതിക പ്രയോഗം എന്ന് പറയും, അറബിയിൽ ഇസ്തിലാഹ് എന്ന് പറയും. സാങ്കേതിക പ്രയോഗം. ദീനുൽ ഇസ്ലാമിലെ എല്ലാ പ്രയോഗങ്ങളും സാങ്കേതികമാണ്. ഉദാഹരണമായിട്ട് പറയാം,
സ്വലാത്ത് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ദ്വാരക്കുക എന്നാണ്. അതേസമയത്ത് അസ്സലാത്തു ജാമിയ എന്ന് പറഞ്ഞാൽ ദ്വാരക്കുക എന്നല്ലല്ലോ. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് രാവിലെ മുക്കറി വിളിച്ചു പറഞ്ഞതിൻ്റെ അർത്ഥം ദ്വാരക്കുക എന്നല്ല. പിന്നെന്താ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ, അല്ല എയർപോർട്ടിൽ ചെന്നാൽ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും പ്രയർ ഹാൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ദ്വാരക്കണ സ്ഥലം എന്നല്ല സംഗതി. ഇപ്പോൾ പ്രയർ എന്ന് പറഞ്ഞാൽ ദ്വാരക്കുക എന്നാണ്. പക്ഷെ പ്രയർ ഹാള് പറഞ്ഞാൽ ദ്വാരക്കണ സ്ഥലം എന്നല്ലല്ലോ, നിക്കരിച്ചുന്ന സ്ഥലം എന്നാണ്. അപ്പോൾ അസ്വലാത്തു എന്ന് പറഞ്ഞാൽ നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളും അടങ്ങിയ ഒരു ഇബാദത്തിന് പറയുന്ന പേരാണ് അസ്വലാത്തു എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിലും മിസ്സാവും. പിന്നെ അതിൻ്റെ ശേഷം എന്തേപ്പാ പറഞ്ഞതെന്ന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ ഏതായാലും പറയാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഇനി അത് പറയണമല്ലോ വെച്ചിട്ട് പറയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധിയാക്കുക എന്നാണ് അർത്ഥം. ഒരു 100 നോട്ട് എടുത്തുകൊണ്ടാണ് കഴുകി ഒരാൾ. എന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ സക്കാത്തൊക്കെ കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ സംഖ്യ നടക്കൂല. ആ വാക്കർത്ഥമല്ല. സൗം എന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കാന്നിരുന്നു. മിനി ബസ്സിൽ വേങ്ങരക്ക് പോകാൻ വേണ്ടി കയറിയപ്പോൾ സീറ്റില്ല. അതിൽ കമ്പിയമ്മ പിടിച്ചാണ്ടങ്ങ് നിന്നാൽ സൗമാവൂലല്ലോ. പിന്നെന്ത് വേണം? നെയ്യത്തോടുകൂടി പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുന്നതിനാണ് സൗം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളെയാണ് സാങ്കേതിക പ്രയോഗങ്ങൾ എന്ന് പറയുക. അതിന് അറബിയിൽ ഇസ്തിലാഹ് എന്ന് പറയും. ശരീഅത്തുൽ ഇസ്ലാമിലെ എല്ലാ പ്രയോഗങ്ങൾ പരിശോധിച്ചാലും ഇങ്ങനെയാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ സാങ്കേതികമാണ്. ഉംറ എന്ന് പറഞ്ഞാൽ ഒരു സാങ്കേതിക പ്രയോഗമാണ്. ഇങ്ങനെ എല്ലാ പ്രയോഗങ്ങളും സാങ്കേതികമാണ്. അങ്ങനെയാണെങ്കിൽ അസ്സലാമു എന്ന് പറയുന്നത് ഒരു സാങ്കേതിക പ്രയോഗമാണ്. ദാറുസ്സലാം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, സ്വർഗത്തിൻ്റെ പേരാണത്. ദാറുസ്സലാം, രക്ഷയുടെ വീട് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് സ്വർഗത്തിനാ പറയാം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിലവിലുള്ള ഈമാനിൽ സ്ഥിരമായി നിൽക്കുകയും അങ്ങനെയുള്ള ഈമാനിൽ തന്നെ മരണപ്പെടുകയും അതു കാരണം ദാറുസ്സലാമിൽ എത്തിച്ചേരുകയും ചെയ്യട്ടെ എന്നാണ്. നിലവിലുള്ള ഈമാനിൽ നിൽക്കുക എന്നുള്ളത് നിലവിൽ മൂമിനായ ആൾക്കേ ബാധകാവുള്ളൂ എന്നതുകൊണ്ടാണ് അത് മൂമിനീങ്ങളോട് പറയാനുള്ളതാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം. അല്ലാതെ നമ്മൾ അർത്ഥം വെച്ച രക്ഷ അല്ല അത്. വാക്കർത്ഥം രക്ഷ തന്നെയാണ്. പക്ഷെ അതൊരു ഇസ്തിലാഹാണ്, സാങ്കേതിക പ്രയോഗമാണ്. നിലവിലുള്ള ഈമാനിൽ മരണം വരെ നിൽക്കുക, അങ്ങനെ മരിക്കുക, ദാറുസ്സലാമിൽ എത്തിച്ചേരുക എന്നതാണ് അസ്സലാമു അലൈക്കും. അത് നിലവിൽ മൂമിനായ ആൾക്കേ ബാധകാവുള്ളൂ എന്നതുകൊണ്ടാണ് മൂമിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ കാരണം. അപ്പൊ സലാം പറയൽ സാഹോദര്യ ബന്ധം നിലനിർത്തും. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള ബന്ധം ഉറക്കാൻ, സ്ഥിരപ്പെട്ടു നിൽക്കാൻ, ഇളകാതിരിക്കാൻ വേണ്ട 10 കാര്യങ്ങളിൽ ഒന്നാമത്തേത് അവരോട് സലാം പറയലാണ്. രണ്ടാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് വേണ്ടി സ്വകാര്യതയിൽ ദുആ ചെയ്യലാണ്. വാപ്പിമ്മ അറിയാതെ ഓൽക്ക് വേണ്ടി ദോർക്കുക. അതിനിപ്പോൾ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കാര്യം മാത്രമല്ല, ഏത് രണ്ടാൾക്കാരും പരസ്പരം ദുആ ചെയ്താൽ സ്നേഹം കൂടുന്നതാണ്. ഭാര്യ ഭർത്താവിന് വേണ്ടി സ്വകാര്യമായി ദുആ ചെയ്തു, സ്നേഹം കൂടും. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി സ്വകാര്യമായി ദുആ ചെയ്തു. മുതലാളി തൻ്റെ കീഴിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടി തഹജ്ജുദ് കഴിഞ്ഞിട്ട് ദോരുന്നു. തൊഴിലാളി മുതലാളിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയിട്ട് ദോരുന്നു. ഇതിലൊക്കെ അങ്ങനെ തന്നെയാണ്, ഏതിലും അങ്ങനെ തന്നെയാണ്. പ്രധാനപ്പെട്ട പ്രധാനാധ്യാപകൻ സഹാധ്യാപകർക്ക് വേണ്ടി ഖത്തം ദുആന്റെ ശേഷം ഖത്മുൽ ഖുർആന്റെ ശേഷം ദോരുന്നു. ഇങ്ങനെ സ്വകാര്യതയിൽ ആർക്ക് ദോരുന്നാലും സ്നേഹബന്ധം ഉണ്ടാവും. പ്രസിഡന്റ് കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി സ്വകാര്യമായി ദുആ ചെയ്തു. സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി സ്വകാര്യമായി ദുആ ചെയ്തു. മുത്തവല്ലി നാട്ടുകാർക്ക് വേണ്ടി സ്വകാര്യമായി ദുആ ചെയ്തു. നാട്ടുകാർ കമ്മിറ്റിക്കാർക്ക് വേണ്ടി സ്വകാര്യത്തിൽ ദുആ ചെയ്തു. പരസ്പരം പിണങ്ങിയ രണ്ടാളുകൾ ആരും അറിയാതെ സ്വകാര്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്തു.
സ്വകാര്യമായുള്ള ദുആ സ്നേഹബന്ധം കൂട്ടും. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ സ്വകാര്യമായി ദുആ ചെയ്യണം. ഇതാണ് തിരിച്ചും വേണം കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ പറയണത് ഇതായതുകൊണ്ട് അത് പറഞ്ഞു എന്നേ കാര്യമുള്ളൂ. ഉമ്മാൻ്റെയും മാപ്പാൻ്റെയും ദുആൻ്റെ അത്രേ മക്കൾക്ക് ഗുണം കിട്ടുന്ന വേറൊരു ദുആ അള്ളാൻ്റെ ദുനിയാവിലുണ്ടാവില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവന് ചെറുപ്പത്തിൽ കണ്ണിന് കാഴ്ച കുറവായിരുന്നുവെന്നും തൻ്റെ ഉമ്മ ദ്വാരന്നിട്ട് കണ്ണിന് കാഴ്ച ഉണ്ടായിട്ട് 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചിട്ടുണ്ടെന്നുമാണ്. 4000 ഉസ്താദുമാരുണ്ടായിരുന്നു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. 1000 പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമിക്കുന്നു. 90-ലധികം ഉസ്താദുമാരെ തെരഞ്ഞു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു. വലിയ സന്തോഷം. ആ മുനീറിൻ്റെ കാല് മുഴുവൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഇവിടുന്നൊക്കെ വിട്ടിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. എന്താ ആമീൻ പറയാൻ ഒരു മടി? അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതുപോലെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, സംഘാടകർ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ. എല്ലാവർക്കും അള്ളാഹു സിഹത്തും സലാമത്തും ആഫിയത്തും ബർക്കത്തും കൊടുക്കട്ടെ. ആ മുഅ്മിനീങ്ങളെ, സ്വകാര്യതയിൽ ദുആ ചെയ്താൽ സ്നേഹബന്ധം കൂടും. അപ്പോൾ വാപ്പിമീൻ തിരിച്ചിങ്ങോട്ടും തുറക്കണം, വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി അങ്ങോട്ടും തുറക്കണം. ഇപ്പം ഞാൻ പറയണത് അങ്ങോട്ട് തുറക്കണ കാര്യമായതുകൊണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. മാതാപിതാക്കളുടെ ദുആ മക്കൾക്ക് കിട്ടിയതിൻ്റെ ഒരുപാട് ഉദാഹരണമുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ദുആ കിട്ടിയതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹു ഉമ്മാൻ്റെ ദുആ കിട്ടിയതാണ്. ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾക്ക് ഉമ്മാൻ്റെ ദുആ കിട്ടിയതാണ്. മിസ്റിലെ രാജാവായിരുന്നു സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം. ഉമ്മാൻ്റെ ദുആ കിട്ടിയതായിരുന്നു. അപ്പം ഉമ്മാൻ്റെ ദുആ വളരെ പ്രധാനപ്പെട്ടതാണ്. മാതാപിതാക്കൾക്ക് അങ്ങോട്ടും സ്വകാര്യതയിൽ ദുആ ചെയ്യണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, മാതാപിതാക്കൾക്ക് മുന്തിയ പരിഗണന നൽകണം. ആരെക്കാളും ഉമ്മാനെയും ബാപ്പാനെയും പരിഗണിക്കണം. എന്ത് വിഷയമുണ്ടെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഉമ്മാക്കും വാപ്പാക്കും വലിയ പരിഗണന നൽകണം, മുന്തിയ പരിഗണന. ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, സുഹൃത്തുക്കളേക്കാൾ, സഹോദരങ്ങളെക്കാൾ, കൂട്ടുകാരേക്കാൾ, വീടിനേക്കാൾ, കച്ചവടത്തേക്കാൾ, സുന്നത്ത് നിസ്കാരത്തേക്കാൾ. അതാണ് ജുറൈജിൻ്റെ കഥ. നിങ്ങളൊക്കെ കേട്ടതാണ് കഥ, അതുകൊണ്ട് ഞാൻ പറയണില്ല. എന്തിനേക്കാളും മാതാപിതാക്കൾക്ക് മുന്തിയ പരിഗണന നൽകുക എന്നതാണ് മൂന്നാമത്തേത്. നാലാമത്തെ കാര്യം, മാതാപിതാക്കളുടെ കൽപ്പനകളെ ശിരസാ വഹിക്കലാണ്. ഞമ്മക്ക് യോജിപ്പില്ല, എന്നാലും വാപ്പ പറഞ്ഞല്ലേ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നമുക്ക് വേണ്ടത്രയാണ് ബോധിച്ചിട്ടില്ല, എന്നാലും ഉമ്മ പറഞ്ഞല്ലേ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. മാതാപിതാക്കളുടെ കൽപ്പനകൾക്ക് വലിയ പ്രാധാന്യം നൽകണം. അഞ്ചാമത്തെ കാര്യം, എന്ത് വിഷയങ്ങൾക്കും മാതാപിതാക്കളുടെ ഉപദേശം തേടണം. സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണ്, വാപ്പാടം ചോദിക്കുക, ഉമ്മാടം ചോദിക്കുക, ഓല അഭിപ്രായം അറിയാം. ഗൾഫിൽ പോവുകയാണ്, വാപ്പാടെന്ന് വിവരം പറയാം, ഉമ്മാടെന്ന് വിവരം പറയാം. ഉംറക്ക് പോവുകയാണ്, വാപ്പാടെന്ന് വിവരം പറയാം, ഉമ്മാട് വിവരം പറയാം. പെരപ്പണി തുടങ്ങുകയാണ്, വാപ്പാട് വിവരം പറയാം, ഉമ്മാനോട് പറയുക, അഭിപ്രായം ചോദിക്കുക. ഏത് വിഷയത്തിലും മാതാപിതാക്കളോട് കൂടിയാലോചന നടത്തലാണ് അഞ്ചാമത്തെ കാര്യം. ഇന്നിപ്പോൾ നമ്മൾ സമൂഹത്തിൽ കാണുന്ന വലിയൊരു പ്രശ്നമുണ്ട്. കുട്ടികളിങ്ങനെ ലേശം വലുതായി വന്ന് ഒരാൾ അക്കരമ്മ പോയി ഓന് കുറഞ്ഞൊരു വരുമാനമൊക്കെ ആയി, ഒരാൾ ഇക്കരമ്മ പോയി ഓനും തിരക്കടില്ലാത്ത വരുമാനമൊക്കെ ആയി, ഒരാൾ നടുവിൽ ചെറിയൊരു കച്ചവടം തുടങ്ങി ഓനും വലിയൊരു കുഴപ്പമില്ലാതായി. അങ്ങനെയൊക്കെ തന്നെ നല്ല മട്ടത്തിലായാൽ ഇമ്മിയും മക്കളും കൂടി ഒന്നായിട്ട് വാപ്പാനൊരു ചവിട്ടേണ്ടി ഒട്ടും. പിന്നെ വാപ്പാക്ക് ആ പെരയിലൊരു സ്ഥാനമില്ല. ഒന്നിലും അഭിപ്രായം ചോദിക്കൂല, ഒന്നിലും മൂപ്പർക്ക് ഇടപെടാൻ പറ്റൂല, ഒന്നിലും മൂപ്പരോടൊട്ട് ചോദ്യമില്ല. മൂപ്പര ആ നഴ്സറി കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ ബസ്സിൻ്റെ അവിടെ നിന്ന് പോയിക്കുക, രാവിലെ ആ മീൻകാരൻ വരുമ്പോൾ ഒന്ന് വാങ്ങിങ്ങാണ്ട് പെരെ കൊണ്ടേ കൊടുക്കുക, വൈകുന്നേരം ഒരു ടോർച്ച് എടുത്തുങ്ങാണ്ട് മരുവിക്ക് പള്ളിക്കൊക്കെ പോവുക. ഇങ്ങനെയൊക്കെയുള്ള 1-2 പരിപാടി മാത്രമായിട്ട് വാപ്പാക്ക് ഒതുങ്ങി. വേറെ പെരയിലൊരു അഭിപ്രായത്തിനും മൂപ്പരില്ല, ചോദിക്കലുമില്ല, പറയലുമില്ല. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാൻ്റെ ആദ്യത്തെ ഹൽക്ക് വാപ്പയാണ്, ഉമ്മല്ല കേട്ടോ. അള്ളാഹു തആല ആദ്യം പഠിച്ചത് വാപ്പാനെയാണ്.
അതിനാണ് നമ്മൾ അബൂനാ അബുൽ ബഷർ എന്ന് പറയുന്നത് സയ്യിദുന ആദം അലൈഹിസ്സലാം. അൽ അബു ഔ അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി. മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വാപ്പ സ്വർഗത്തിന്റെ നടുവിലെ വാതിലാകുന്നു. വാപ്പ ഒരു മനുഷ്യന്റെ അഡ്രസ്സാണ്. വാപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് എന്ന തീരുമാനം ശരിക്കും വാപ്പയാണ്. നമ്മളൊരു മനുഷ്യനെ പറ്റി പറയുമ്പോൾ ആദ്യം ചോദിക്കും എൻ്റെ വാപ്പ ആരാന്നാണ്. അതിങ്ങനെ തലമ ഇങ്ങനെ വാന്തിങ്ങാണ്ട് പറഞ്ഞു വാപ്പ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്തല്ലാത്തവനാണെന്ന്. ഓൻ എത്ര വലിയ പറഞ്ഞിട്ടൊരു പ്രയോജനമില്ല, കേൾക്കൂല. മനുഷ്യൻ്റെ അഡ്രസ്സ് തന്നതും എൻ്റെ വാപ്പയാണ്. മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അന ഫീ മില്ലത്തി അബീ ഇബ്രാഹിം, ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിമിൻ്റെ മാർഗത്തിലാണ്. അന ഞാൻ, ഫീ മില്ലത്തി മാർഗത്തിലാണ്, അബി എൻ്റെ പിതാവായ ഇബ്രാഹിം ഇബ്രാഹിമിൻ്റെ മാർഗത്തിലാണ് അലൈഹിസ്സലാം. അത് നല്ല മലയാളത്തിൽ നേരങ്ങത്തിൽ അർത്ഥം വെക്കുകയാണെങ്കിൽ കേട്ടോ, നമ്മളെ വേങ്ങര ഭാഷയിൽ അർത്ഥം വെച്ചാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. അനഫി മില്ലത്തി അബി ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ വേങ്ങര ഭാഷയിൽ അതിൻ്റെ അർത്ഥം എങ്ങനെ വരും നിങ്ങളറിയങ്ങൾ? എൻ്റെ വാപ്പാരാന്നറിയാൻ എനിക്ക് ഇബ്രാഹിമാണ്, ആലോചിച്ച് കളിച്ചോണ്ടു എന്നാണ് അതിൻ്റെ നമ്മളെ നാടൻ ഭാഷയിൽ അർത്ഥം. ഒരു മനുഷ്യൻ്റെ ഫലം അവൻ്റെ വാപ്പയാണ്, ഒരു മനുഷ്യൻ്റെ അഡ്രസ്സ് അവൻ്റെ വാപ്പയാണ്. അതുകൊണ്ട് വാപ്പാക്ക് മുന്തിയ പരിഗണന കൊടുക്കണം. ഇമ്മാനെ നമ്മൾ എപ്പോഴും പറയായതുകൊണ്ട് ഞാൻ വാപ്പാനെ പറഞ്ഞതാണെന്നേ ഉള്ളൂ. ഉമ്മാനെ മോശമാക്കണം എന്ന് ഈ പറഞ്ഞതിന് അർത്ഥമല്ല. വാപ്പാക്ക് വലിയ പരിഗണന കൊടുക്കണം. അതുകൊണ്ട് അഞ്ചാമത്തെ കാര്യം മാതാപിതാക്കളുടെ കൽപ്പനകളെ അനുസരിക്കുക എന്നതാണ്. ആറാമത്തെ കാര്യം ജോലിയും വരുമാനവുമായി തുടങ്ങിയാൽ മാതാപിതാക്കൾക്ക് ഹദിയ കൊടുക്കണം. ഹദിയ എന്ന് പറഞ്ഞാൽ ബഹുമാനിച്ചുകൊണ്ട് നൽകുന്നതാണ്. ഉള്ളവർക്കും കൊടുക്കാം, ഇല്ലാത്തവർക്കും കൊടുക്കാം. ബാപ്പാക്ക് ഇവിടെ അങ്ങാടിയിൽ കച്ചവടമുണ്ട്, അരിക്കച്ചവടമാണ്, നല്ല വരുമാനമുണ്ട്. എന്നാലും പെരുന്നാളാവുമ്പോൾ വാപ്പ ഒരു തുണിങ്ങുപ്പായ എടുത്താളി ഇറങ്ങാണ്ട് ഒന്ന് കൊടുത്ത്, അതിൻ്റെ പേരാണ് ഹദിയ. ഉണ്ടെങ്കിലും കൊടുക്കണം, ഇല്ലെങ്കിൽ ഏതായാലും കൊടുക്കണം, ഉണ്ടെങ്കിലും കൊടുക്കണം. ഹദിയ ആർക്കും കൊടുക്കാൻ പറ്റും, ആർക്കും വാങ്ങാൻ പറ്റും, ആർക്കും സ്വീകരിക്കാം, ആർക്കും കൊടുക്കുകയും ചെയ്യാം. അപ്പം ഉണ്ടെങ്കിലും കൊടുക്കണം. ജോലിയും വരുമാനം, ആദ്യത്തെ ശമ്പളം കിട്ടി, ഇമ്മാക്കൊരോരി ബാപ്പാക്കൊരോരി, പെരുന്നാളായി ഇമ്മാക്കൊരോരി വാപ്പ, അതിപ്പോൾ എന്തിനാ ഞാൻ കൊടുക്കണത്, ഓലത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കരുത്. ഓലത്ത് ഇഷ്ടം പോലെ ഉണ്ട്, ഓല കാര്യമൊക്കെ നടക്കുന്നുണ്ട്. അനക്ക് മാതാപിതാക്കളോടുള്ള ബന്ധം ഉറക്കണോ, ഇജ്ജ് കൊടുക്കണം. ഹദിയ കൊടുക്കണതിന് വലിയ പ്രാധാന്യമാണ്. ഹദിയ വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മടിയും കൂടാതെ സ്വീകരിച്ചിരുന്നതായിരുന്നു ഹദിയ. ആര് കൊടുത്താലും സ്വീകരിക്കും. മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒട്ടകത്തിൻ്റെ കുളമ്പ് കൊണ്ട് സൂപ്പുണ്ടാക്കിയിട്ട് ഹദിയ കൊടുത്താലും നബി തങ്ങൾ സ്വീകരിക്കാറുണ്ടായിരുന്നു. എല്ല് വാങ്ങാനുള്ള പൈസ ഇല്ല, കുളമ്പ് കൊടുന്നിട്ട് അത് തട്ടിക്കഴിച്ചങ്ങാണ്ട് അതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുത്താലും ഹദിയ സ്വീകരിക്കും. അതേസമയത്ത് സ്വതക്ക സ്വീകരിക്കാറില്ല. സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, പേർഷ്യക്കാരനായ സൽമാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരാനുണ്ടായ ഒരു കാരണം, സൽമാൻ ഫാരിസി വെളുത്ത വർഗക്കാരനായ അടിമയും ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്ത വർഗക്കാരനായ അടിമയുമാണ്. രണ്ട് അടിമകളാണ് ഇസ്ലാമിൽ വിപ്ലവം തീർത്തത്. ഒന്ന് കറുത്ത വർഗക്കാരനായ ഒരു അടിമ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു, നമ്മളെ നേതാവ് ബിലാൽ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തേത് വെളുത്ത വർഗക്കാരനായ ഒരു അടിമ സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ പൂർവകാല വേദങ്ങളിൽ നിന്ന് സൽമാനുൽ ഫാരിസി അവസാന പ്രവാചകൻ സ്വതക്ക ഭക്ഷിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഒരിക്കൽ നബി തങ്ങൾക്ക് പരീക്ഷണാർത്ഥം, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് പരീക്ഷണാർത്ഥം അല്പം ഈത്തപ്പഴമെടുത്ത് കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞു, മുഹമ്മദേ,
ഇത് നിനക്ക് സ്വതക്കയാണ് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു നഹ്നു മആശിറൽ അംബിയാ ലാ നഅകുലു സ്വതക്ക, ഞങ്ങൾ അമ്പിയാക്കൾ സ്വതക്ക ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്ക കഴിക്കാറില്ല. അതേ സമയത്ത് ഹദിയ ഓര് കൊടുത്താലും വാങ്ങും. അപ്പം മാതാപിതാക്കൾക്ക് ഹദിയ നൽകണം എന്നതാണ് 6ാമത്തെ കാര്യം. മാതാപിതാക്കൾക്ക് ഹദിയ കൊടുക്കണം, ഗുരുനാഥന്മാർക്കും കൊടുക്കണം. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് നല്ലൊരു പരിപാടി ഉണ്ട് എന്ന് അറിഞ്ഞു സന്തോഷമുണ്ട്. ഹദിയ കൊടുക്കണം. ഹദിയ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗൾഫിലൊക്കെ പോയി വരുമ്പോൾ ഒന്ന് പോയി കാണണം, എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. ആവശ്യമില്ലെങ്കിലും കൊടുക്കണം എന്നാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കണേനല്ല ഹദിയ എന്ന് പറയാം. ആവശ്യമില്ലെങ്കിലും കൊടുക്കാം, ആർക്കും വാങ്ങാം, ആർക്കും സ്വീകരിക്കാം. മുത്തുനബിയുടെ വരുമാനം ഹദിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വരുമാനം എന്തായിരുന്നു എന്നതിൽ നേരിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിഭാഗം ആളുകളും പറഞ്ഞിട്ടുള്ളത് ഹദിയയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരുമാനം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് 6ാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് ഹദിയ കൊടുക്കലാണ്. 7ാമത്തെ കാര്യം, അല്പം ദൂരത്താണ് താമസമെങ്കിൽ ഇടയ്ക്കിടെ സന്ദർശിക്കണം. 2 പേരയിലാണ്, തറവാട്ടിൽ നിന്ന് വേറെ പോയി ഒരു പേരയിലാണ്. എല്ലാ ദിവസവും 2 നേരം പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. 1.5 ഏതായാലും പോകണം. ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായും വിളിക്കണം. ഗൾഫിലാണെങ്കിൽ ശരിക്കും 1.5 വിളിക്കേണ്ടത്. ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഉമ്മാക്കും അപ്പാക്കും വിളിക്കണം. ഇടയ്ക്കിടയ്ക്ക് പോയി കാണണം. രാവിലെയും വൈകുന്നേരം കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. നമ്മളെ ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീം, ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ താരീഖിൽ പറയുന്നുണ്ട്, സയ്യിദുന ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന് പ്രായമായൊരു ഉമ്മ ഉണ്ടായിരുന്നു എന്നാണ്. എന്നും രാവിലെ ജോലിക്ക് പോകുമ്പോൾ ലുക്മാൻ ഉമ്മാനോട് പറയും, ഉമ്മ, ലുക്മാൻ പണിക്ക് പോവുകയാണ്, വൈകുന്നേരം വരുമ്പോൾ ഉമ്മാക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കും. അതിലുമ്മ എന്തേലും ഒന്ന് പറയും. അങ്ങനെ മൂപ്പര് ആ നീയത്ത് വെച്ചിട്ടാണ് ജോലിക്ക് പോവുക. എൻ്റെ അമ്മാക്ക് കടലമുട്ടായി കൊണ്ടുവരാൻ ജോലിക്ക് പോകുന്നു. എന്തൊരു രസമുള്ള നീയത്താകുന്നറിയ നിങ്ങൾ. സംഭവം ചെറിയ വിഷയമാണ് കണ്ടിട്ട് വരില്ല. രാവിലെ അന്ന് ഉമ്മാനോട് ചോദിക്കും, ഉമ്മ വൈകുന്നേരം വരുമ്പോൾ ലുക്കുമ്മ എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കും. അപ്പം ഉമ്മ എന്തേലും ഒന്ന് പറയും. കടലമുട്ടായി ഞാൻ പറഞ്ഞ കേട്ടോ, എനിക്കിഷ്ടമുള്ളതുകൊണ്ട് പറഞ്ഞാണ്. ഉമ്മ എന്താ ഇഷ്ടമുള്ള ചോദിച്ചാൽ അത് പറയും. അപ്പോൾ അത് കൊടുന്നു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം അമ്മക്ക് ഇങ്ങനെ പ്രായം കൂടി വന്നു. പ്രായം കൂടിയപ്പോൾ ചെറിയ അസ്വസ്ഥതയൊക്കെ ഇങ്ങനെ തുടങ്ങി, വർത്തമാനത്തിലൊക്കെ ചെറിയ അവ്യക്തതകളൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാവിലെ ലുക്മാൻ ജോലിക്ക് വേണ്ടി പോയപ്പോൾ ഉമ്മാട് ചോദിച്ചു, ഉമ്മ വൈകുന്നേരം വരുമ്പോൾ ലുക്മാൻ ഉമ്മാക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, മോനെ ഇന്ന് വൈകുന്നേരം വരുമ്പോൾ ഉമ്മാൻ്റെ കുട്ടി സ്വർഗത്തുനിന്നൊരു പൊടി മണ്ണ് കൊണ്ടുവരുന്നു പറഞ്ഞു. അപ്പോൾ സയ്യിദുന ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ കാലിൻ്റെ, ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് കാണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, തിരമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് ഇത് തന്നെയാണ്. ലുക്മാൻ ഇന്ന് പണിക്ക് പോണില്ല, ഇന്ന് ലുക്മാൻ ജോലിക്ക് പോണില്ല. ലുക്മാൻ എന്നും ജോലിക്ക് പോയാലും ഉമ്മാക്ക് എന്തെങ്കിലും കൊണ്ടുവരാനാണ്. ഇന്ന് ചോദിച്ച സാധനം ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് ലുക്മാൻ ഇന്ന് പണിക്ക് പോണില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പറയാൻ പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്, സൂറത്തുൽ ലുക്മാൻ. എന്താ യോഗ്യത? നമ്മളൊക്കെ മക്കളെ ഉപദേശിക്കലുണ്ട്. ലോകത്ത് ഒരുപാട് മനുഷ്യന്മാർ മക്കൾക്ക് വയലുറന്ന് കൊടുക്കുന്നുണ്ട്, അതൊന്നും ഖുർആനിലില്ല. ഒരു മനുഷ്യൻ തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പറയാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം കൊണ്ടുവന്നു, സൂറത്തുൽ ലുക്മാൻ. ആ മനുഷ്യൻ്റെ പ്രത്യേകത ഇതായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ താരീഖിൽ കാണും. അതുകൊണ്ട് ഇടയ്ക്കിടെ ഉമ്മാനും വാപ്പാനും സന്ദർശിക്കണം. രാവിലെയും വൈകുന്നേരം പറ്റുമെങ്കിൽ അങ്ങനെ, ദിവസത്തിലൊരിക്കൽ അങ്ങനെ, 1.5 എന്തായാലും വേണം, ആഴ്ചയിലൊരിക്കൽ വിളിക്കണം, അതിനായിട്ട് വരണം. ഒരു 8 ദിവസത്തെ ഒഴിവുണ്ട്, ഉമ്മാനൊന്ന് കാണാലോ എന്ന് കരുതിയിട്ട് അതിനായിട്ട് വരണം. ഗൾഫിൽ ചെന്നിട്ട് കുട്ടികളോടൊക്കെ എന്താ വർത്താനം എന്ന് ചോദിച്ചാൽ പറയും അൽഹംദുലില്ലാ സുഖാണ് പറയും. ഫാമിലിക്കൊക്കെ സുഖമല്ലേ എന്ന് ചോദിച്ചാൽ പറയും അൽഹംദുലില്ലാ ഒക്കെ റാഹത്താണ്, ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട് പറയും. ഉമ്മയൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയും ഇല്ല ഉമ്മ നാട്ടിലാണ് പറയും. ഓൻ്റെ ഫാമിലിയിൽ ഉമ്മ ഇല്ല എന്നാ ഓൻ്റെ വിചാരം. നിങ്ങൾക്ക് മനസ്സിലായില്ല. നമ്മൾ ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളും കുട്ടികളും ഓനും മാത്രമെന്നാണ് വിചാരിച്ചത്. ഒരു പക്ഷേ ഫാമിലി എന്ന പ്രയോഗത്തിന് സാങ്കേതികമായ അങ്ങനെ ആയിരിക്കും അർത്ഥം, എനിക്കറിയില്ല.
ഏതായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫാമിലി പറഞ്ഞാൽ ഉമ്മയും വാപ്പിയുണ്ട്. അപ്പം അതുകൊണ്ട് മാതാപിതാക്കളെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുക എന്നത് നമ്മൾ എപ്പോഴും ശീലമാക്കേണ്ട കാര്യം. അതാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം സുദൃഢമാകുന്നതിന് ഏഴാമതായി ചെയ്യേണ്ടുന്ന കാര്യം. എട്ടാമത്തെ കാര്യം, മാതാപിതാക്കളിലൂടെ ചെന്നു ചേരുന്ന കുടുംബ ബന്ധങ്ങളെ ചേർക്കലാണ്. ഇമ്മാൻ്റെ ആൾക്കാർ, ബാപ്പാൻ്റെ ആൾക്കാർ, അങ്ങനെ മാതാപിതാക്കളിലൂടെ ചെന്ന് ചേരുന്ന കുടുംബ ബന്ധങ്ങൾ, അതിന് പ്രത്യേകമായ പരിഗണന കൊടുക്കുക. എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ, ഉമ്മാൻ്റെ അളായമ്മ, ഉമ്മാൻ്റെ വാപ്പ, വാപ്പാൻ്റെ വാപ്പ, വാപ്പാൻ്റെ അളാപ്പ, വാപ്പാൻ്റെ മൂത്താപ്പ, എൻ്റെ വാപ്പാൻ്റെ അമ്മോൻ്റെ മോനാണത്. അങ്ങനെ മാതാപിതാക്കളിലൂടെ ചെന്ന് ചേരുന്ന കുടുംബങ്ങൾക്ക് പരിഗണന കൊടുക്കുക. അത് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറക്കാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. 9ാമത്തെ കാര്യം, മാതാപിതാക്കൾ മരണപ്പെട്ടാൽ അവരുടെ വസിയ്യത്തുകൾ നിറവേറ്റലാകുന്നു. വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും വസിയ്യത്ത് നിറവേറ്റാം. 10ാമത്തെ കാര്യം, വാപ്പ ഉമ്മ എന്ന ബോധം മരണം വരേക്കും നിലനിർത്തലാകുന്നു. അതായത് എൻ്റെ വാപ്പ എന്ന ബോധം എനിക്കുണ്ടായിരിക്കേണ്ടത് വാപ്പ മരിക്കുന്നത് വരെയല്ല, ഞാൻ മരിക്കണ വരെയാണ്. വാപ്പ വാപ്പയായിരിക്കേണ്ടത് വാപ്പ മരിക്കോളല്ല, മകൻ മരിക്കോളാണ്. ഉമ്മ ഉമ്മയായിരിക്കേണ്ടത് ഉമ്മ മരിക്കുന്നത് വരെയല്ല, മകൻ മരിക്കുന്നത് വരെയാണ്. വാപ്പ ഉമ്മ എന്നീ ബോധങ്ങൾ മരണം വരേക്കും നിലനിർത്തിപ്പോരലാണ്. ഈ 10 കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മാതാപിതാക്കളോടുള്ള ബന്ധം മക്കൾ കുറക്കും. അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഇമ്മാനെയും അല്ലാഹു തആല സ്വർഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. വാപ്പാനെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മാനെ സ്വർഗമായിട്ട് ബന്ധപ്പെടുത്തി. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, വാപ്പാനെ സ്വർഗവുമായി ബന്ധപ്പെടുത്തി. ഇമ്മാനെയും മുത്തുനബി സ്വർഗവുമായി ബന്ധപ്പെടുത്തി. വാപ്പാനെയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗവുമായി ബന്ധപ്പെടുത്തി. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധം. ഇഞ്ഞൊരു ബന്ധമുണ്ട്, രക്തബന്ധം എന്ന് പറയുന്ന ബന്ധം. ജ്യേഷ്ഠന്മാര്, അഞ്ചന്മാര്, എളാപ്പാര്, മൂത്താപ്പാര്, കാരണന്മാര്, അമ്മമാര്, ഇങ്ങനെയുള്ള രക്തബന്ധം. ജ്യേഷ്ഠനും അനുജനും തമ്മിലും ഉണ്ടാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും യൂസുഫ് നബിയുടെ കഥ വായിക്കണം എന്നാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ ബുക്ക് വാങ്ങാൻ കിട്ടും. ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ചോദിച്ചാൽ മതി. ഏറിയ 25 റുപ്യ, ഏറിയ 25 റുപ്യ കിട്ടും. യൂസുഫ് നബിയുടെ കഥ ജ്യേഷ്ഠനും അഞ്ചനും ഉണ്ടാത്തവരുണ്ടെങ്കിൽ വായിക്കണം. പെരുന്നാൾക്ക് കൂടിയും പായസം കുടിക്കാൻ പോകാത്തവരുണ്ടെങ്കിൽ വായിക്കണം. കല്യാണം പറഞ്ഞിട്ട് കൂടിയും പോകാൻ തോന്നാത്തവരുണ്ടെങ്കിൽ വായിക്കണം യൂസുഫ് നബിയുടെ കഥ. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിനെ തൻ്റെ ജ്യേഷ്ഠന്മാര് കിണറ്റിൽ കൊണ്ടുപോയിട്ടത് കൊല്ലാൻ തന്നെയായിരുന്നു. വള്ളിമ്മക്കൂടെ കയറിയിട്ട് മിസ്രിൽ പോയിട്ട് രാജാവായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവിടെ കൊണ്ടേയിരുത്തിയതല്ല, കൊല്ലട്ട തന്നെയാണ്. മരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കിണറിലേക്ക് ഇട്ടതിന് ശേഷം അവരൊരു പാറക്കല്ല് മേലെയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം കിണറിലുള്ളത് കൊണ്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം തടുത്തതാണ്. കച്ചവടം കഴിഞ്ഞ് മടങ്ങുന്ന യാത്രക്കാര് വെള്ളം കോരാൻ വേണ്ടി ബക്കറ്റ് ഇറക്കിയപ്പോൾ യൂസുഫ് നബി അതിലൂടെ കയറി രക്ഷപ്പെട്ടതാണ്. അങ്ങനെ മിസ്റിലെത്തിയതും കാലങ്ങളോളം ജയിലിൽ കിടന്ന് രാജാവായതുമാണ്. ജ്യേഷ്ഠന്മാർ കൊണ്ടുപോയിട്ട് കൊല്ലാൻ തന്നെ ഇരുന്നു. വാപ്പാനെ പറഞ്ഞ് പറ്റിച്ചിട്ട് കൊണ്ടുപോയി. പറ്റിച്ചു എന്ന് മാത്രമല്ല, യൂസുഫ് മരിച്ചു എന്ന് വാപ്പാനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആടിനെ അറുത്ത് അതിൻ്റെ ചോര യൂസുഫിൻ്റെ തുണിയിലും കുപ്പായത്തിലും തേച്ചു. വസ്ത്രം അയച്ചിട്ടാണ് യൂസുഫ് നബിനെ അവർ കിണറ്റിക്കിട്ടത്. എന്നിട്ട് ആ തുണിമയും കുപ്പായത്തുമയും ആടിനെ അറുത്തിട്ട് ചോര തേച്ചിട്ട് യൂസുഫിനെ ചെന്നായ പിടിച്ചതാണെന്ന് വാപ്പാട് പോയി പറഞ്ഞു. അങ്ങനെ പ്ലാൻ ചെയ്ത് കൊല്ലാൻ വേണ്ടി ചെയ്തത് തന്നെയാണ്.
ആ ജ്യേഷ്ഠന്മാര് യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്രിൽ രാജാവായിരിക്കുമ്പോൾ ഒരിക്കൽ മിസ്രിലേക്ക് വരുന്ന രംഗം യൂസുഫ് നബിയുടെ കഥയിലുണ്ട്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ, നബിയെ നിങ്ങൾക്ക് ഞാൻ വളരെ മനോഹരമായ ഒരു കഥ പറഞ്ഞു തരട്ടെയോ എന്ന് പരിശുദ്ധ ഖുർആൻ. യൂസുഫ് നബിയുടെ കഥ പറയാണ് അല്ലാഹു തആല ഖുർആനിൽ. ഇങ്ങനെ പറഞ്ഞിട്ടാ തുടങ്ങുന്നത്, നബിയെ നിങ്ങൾക്ക് ഞാൻ മനോഹരമായ ഒരു കഥ പറഞ്ഞു തരാം. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. അഹ്സനുൽ ഖസസ് എന്ന് പറഞ്ഞാൽ മനോഹരമായ രസകരമായ കഥ പറഞ്ഞു തരാം. എന്നിട്ട് ആ കഥ പറഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിലിട്ട ജ്യേഷ്ഠന്മാര് മഹാനായ യൂസുഫ് നബി മിസ്രിലെ രാജാവായിരിക്കുമ്പോൾ ഒരിക്കൽ കാണാൻ വേണ്ടി വന്നു. കിണറ്റിലിട്ട ജ്യേഷ്ഠന്മാര് വന്ന ദിവസം സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം തൻ്റെ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല. ജ്യേഷ്ഠന്മാരെ ബഹുമാനിച്ചിട്ട്. ഏത് ജ്യേഷ്ഠന്മാര്? കിണറ്റിക്കിട്ടവര്. അതിനത്രയൊന്നും നമ്മളോട് ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടെന്താ പെരുന്നാൾക്ക് പോയി പായസം കുടിക്കാത്തത്? കിണറ്റിക്ക് വന്നിട്ടില്ലല്ലോ കൊല്ലാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്താ പെരുന്നാൾക്ക് പോയി പായസം കുടിക്കാത്തത്? അതുകൊണ്ട് കുടിക്കാൻ പോകാൻ തോന്നോളം യൂസുഫ് നബിയുടെ കഥ വായിക്കണം. ബുക്ക് വിലക്ക് വാങ്ങിക്കോളി, എന്നാലേ വായിച്ചാൻ പറ്റുള്ളൂ. ഒരു വട്ടം വായിച്ചാലൊന്നും ചിലപ്പോൾ നടന്നോണമെന്നില്ല. വായിക്കന്നെ ഉണ്ട്, വായിക്കന്നെ. അവസാനം കുറേണ്ട് വായിക്കുമ്പോൾ തോന്നുന്നു അപ്പോൾ പോകും തന്നെ. ഒന്നും വിചാരിക്കണ്ട എന്ന് പോയി അസ്സലാമു അലൈക്കും ഒന്നും വിചാരിക്കണ്ട കേട്ടോ എന്ന് പോയി പറഞ്ഞാൽ മതി, വേറെ കുഴപ്പമില്ല. ജ്യേഷ്ഠനും അഞ്ജനും ഉണ്ടാത്തവരുണ്ടെങ്കിൽ യൂസുഫ് നബിനെ വായിക്കണം അലൈഹിസ്സലാം. നൈൽ നദിയുടെ മറുകരയിൽ താമസിക്കുന്ന ആൾക്കാർ ഒരു ദിവസം മൂപ്പരോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കുറച്ചാലും ഞങ്ങളുടെ നാട്ടിലൊന്ന് വന്ന് പാർക്കുമെന്ന് ചോദിച്ചു. യൂസുഫ് നബി ചോദിച്ചു, അപ്പോൾ എന്തിനാ നിങ്ങളെ നാട്ടിൽ പാർക്കണമെന്ന് ചോദിച്ചു. അല്ല, നിങ്ങളവിടെ വന്ന് കുറച്ചാലും പാർത്താൽ അവിടെ എല്ലാവർക്കും നല്ലോണം പൈസ ഉണ്ടാവും എന്നാണ് ഞങ്ങളെ വിചാരം എന്ന് പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, എന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ ഞാൻ വരാറുന്നു. അങ്ങനെ പോയി പാർത്തു. ഓൽക്ക് പൈസ ഉണ്ടായി. നൈലിൻ്റെ മറുകരയിലുള്ള ആളുകൾക്ക് മടങ്ങിപ്പോരുന്നതിൻ്റെ മുമ്പാണ് സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം നൈലിൻ്റെ മറുകരയിൽ വെച്ചാണ് വഫാത്തായിട്ടുള്ളത്. എന്താ പ്രത്യേകത? കിണറ്റിക്കിട്ട കാരണന്മാർ വന്നന്ന് മൂപ്പര് കസാലയിൽ ഇരുന്നില്ല എന്നുള്ളത് തന്നെ. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം തന്നെ സംഗതി. അതുകൊണ്ട് ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. രക്തബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ബന്ധവും അങ്ങനെ തന്നെയാണ്. അയൽപക്ക ബന്ധം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസികളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞ് അവസാനം അയൽവാസികൾക്ക് സമ്പത്തിൽ അനന്തരം നൽകണമെന്ന് നബി തങ്ങൾ പറയുമോ എന്ന് ഞങ്ങൾക്ക് തോന്നി എന്ന് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു. ഗുരുശിഷ്യ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ബന്ധവും അങ്ങനെ തന്നെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹനീഫത്ത് അൻ-നുഅ്മാൻ റളിയല്ലാഹു അൻഹു, 4 മദ്ഹബിൽ ഒന്നിൻ്റെ ഇമാമായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അബൂ ഹനീഫത്ത് അൽ കൂഫി റളിയല്ലാഹു അൻഹു തൻ്റെ ഉസ്താദിൻ്റെ വീടിന് നേരെ കാൽ നീട്ടിയിരുന്നില്ല എന്നാണ്. ഉസ്താദിൻ്റെ പേരൻ്റെ നേരെ, ഉസ്താദിൻ്റെ നേരല്ല. മഹാനായ അബൂ ഹനീഫ ഇമാമിൻ്റെ വീട് കഴിഞ്ഞിട്ട് 7 വീടുകൾക്കപ്പുറത്തായിരുന്നു ഉസ്താദിൻ്റെ വീടുണ്ടായിരുന്നത്. മൂപ്പര പെരയിലിരുന്നിട്ട് ഉസ്താദിൻ്റെ പേരൻ്റെ നേരക്ക് കാല് കിട്ടിയിരുന്നില്ല സയ്യിദുനാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടേ ഓലൊക്കെ വലുതായത്? എന്തുകൊണ്ടേ ഓല് വലിയ ആൾക്കാരായത്? ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ് വലുതായത്. അതുകൊണ്ട് ഗുരുശിഷ്യ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകണം. സ്വർഗാവകാശികൾ പരസ്പരം ബന്ധമാണെന്നാണ്. മകനായതുകൊണ്ട് ബന്ധു ആവൂല എന്ന് ഖുർആനിലുണ്ട്. മകനായതുകൊണ്ട് ബന്ധു ആവൂല. ബന്ധു ആവണമെങ്കിൽ സ്വാലിഹിൻ്റെ ബന്ധു സ്വാലിഹും ഫാസിക്കിൻ്റെ ബന്ധു ഫാസിക്കും മുഅ്മിനിൻ്റെ ബന്ധു മുഅ്മിനുമാണ്. എവിടെ ഉണ്ട്? നൂഹ് നബിയുടെ കഥയിലുണ്ട് പരിശുദ്ധ ഖുർആനിൽ. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. എല്ലാവരും കപ്പലിൽ കയറി. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ മാത്രം കയറിയില്ല. അവസാനം സയ്യിദുനാ നൂഹ് അലൈഹി ഇസ്ലാമും വിശ്വസിച്ച ആൾക്കാരും കപ്പലിൽ കയറിയിട്ട് ഒഴുകി നടന്നു. ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു. ഭൂമിയിൽ നിന്ന് രക്തം ഉറവ പൊട്ടി. അങ്ങനെ തിരമാലകൾ വാപ്പാൻ്റെയും മകൻ്റെയും ഇടയിൽ മറയിട്ടു. വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ. തിരമാലകൾ വാപ്പാൻ്റെയും മകൻ്റെയും ഇടയിൽ മറയിടുകയും
അങ്ങനെ മകൻ മുങ്ങി മരിക്കുകയും ചെയ്തു. കപ്പലിൽ നിന്ന് ഇറങ്ങിയ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് തൻ്റെ മകൻ്റെ കാര്യത്തിൽ പരാതി പറഞ്ഞപ്പോ, സങ്കടം പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക നൂഹേ, അവൻ എൻ്റെ കുടുംബമല്ലല്ലോ എന്ന് പറഞ്ഞു. എന്തിനാ അവൻ്റെ കാര്യത്തിൽ സങ്കടപ്പെടുന്നത് നൂഹേ? ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ കുടുംബമല്ലല്ലോ. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, അവൻ സൽക്കർമ്മം പ്രവർത്തിക്കാത്തവനല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിലുണ്ട്. ഇന്നഹു ലൈസ മിൻ അഹ്ലിക ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ് ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം ഇന്നി അഹ്ദുക അൻ തകുന മിനൽ ജാഹിലീൻ. ഫലാ തസ്അൽനി നൂഹേ, നീ എന്നോട് ചോദിക്കരുത്, മാ ലൈസ ലക ബിഹി ഇൽമുൻ, വിവരമില്ലാത്തത് പറയരുതേ. അവൻ നിന്റെ കുടുംബമല്ല, അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുന്നവനല്ല, അവൻ ദുഷ്കർമ്മം പ്രവർത്തിക്കുന്നവനാണ്. സ്വന്തം മകനെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞത്. ഓ എൻ്റെ കുടുംബക്കാരനല്ല, ഓ സൽക്കർമ്മം ചെയ്യുന്ന ആളല്ലല്ലോ. സ്വാലിഹിൻ്റെ ബന്ധം സ്വാലിഹിനേറ്റാണ്. സ്വർഗത്തിലേക്ക് ഒറ്റക്ക് പോകാൻ കഴിയൂല എന്നാണ്. സ്വർഗത്തിലേക്ക് കൂട്ടമാണ്. ഒറ്റക്ക് നരകത്തേക്ക് പോകാൻ കഴിയും, സ്വർഗത്തിലേക്ക് കൂട്ടാണ്. പരിശുദ്ധ ഖുർആനിൽ വൽ ഫജ്രി സൂറത്തിൻ്റെ അവസാനമുണ്ട്, ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. വെയിലത്തൊന്ന് മാറിയിരിക്കും, ഇങ്ങോട്ട് ആ കസാല എടുത്ത് കണ്ടിട്ടിരിക്കും. ആടിട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ നല്ല മനുഷ്യന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. നിഴലും വെയിലും ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല എന്നാണ്. അത് പിശാചിൻ്റെ മഖാമാണെന്ന്. നിഴലും വെയിലും കൂടി ഒരുമിച്ച് കൂടുന്ന സ്ഥലം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ നിന്നൊക്കെ മാറിയിരിക്കണം. സ്കൂളിലോ മദ്രസയിലൊക്കെ ആണെങ്കിൽ കുട്ടികളെ അങ്ങനത്തെ സ്ഥലത്തു നിന്ന് മാറ്റിയിരുത്തണം എവിടെയാണെങ്കിലും. അല്ലാഹുവിന് ആഫിയ ഇൽമ തരട്ടെ, സന്തോഷത്തിലും റാഹത്തിലും ആക്കി തരട്ടെ. അപ്പോൾ സ്വാലിഹായ മനുഷ്യൻ്റെ ബന്ധു എന്ന് പറയുന്നത് സ്വാലിഹായ മനുഷ്യനാണ്. കാഫിറിൻ്റെ ബന്ധു കാഫിറാണ്, മുഅ്മിൻ്റെ ബന്ധു മുഅ്മിനാണ്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. നന്മ മുൻതൂക്കമായ ആളുകൾക്ക് അവരുടെ ഏട് വലത് കൈയിൽ മുൻവശത്ത് നൽകപ്പെട്ടാൽ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, ഒരു ചെറിയ വിചാരണ അവർക്ക് നേരിടും. അതിനുശേഷം വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവൻ്റെ ബന്ധുക്കളിലേക്ക് അവൻ ചെന്ന് ചേരും. സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ്. അതാണ് നമ്മൾ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആൾക്കാർക്ക് വഴിതെറ്റൂല എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇന്നസ്സലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുങ്കർ, തീർച്ചയായും നിസ്കാരം ഫഹ്ശാ മുങ്കറിനെ തൊട്ട് തടയും എന്ന് പറയാൻ കാരണം, പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ആ ജമാഅത്തിന് കുറേ ആൾക്കാരുണ്ടാവും. എങ്കിൽ ആ പള്ളിയിൽ ജമാഅത്തിന് വരുന്ന മറ്റാളുകൾ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് അവനെ തടഞ്ഞു നിർത്തും. തടഞ്ഞു നിർത്തുക എന്ന് പറഞ്ഞാൽ വടിയച്ചാണ്ട് തടുക്കുക എന്നല്ല, അവന് കഴിയൂല. അതാണ്, അവനതിന് കഴിയൂല. അതുകൊണ്ട് അതിനൊക്കെ വലിയ പ്രാധാന്യങ്ങളെ നമ്മൾ നൽകേണ്ടതുണ്ട്. ഗുരുശിഷ്യ ബന്ധത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ഇതുപോലെ തന്നെയാണ് വൈവാഹിക ബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുക്കണം. എല്ലാ ബന്ധങ്ങളും, അയൽപക്ക ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ എന്നിവകൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുത്ത്, ഇതൊക്കെ തന്നെയാണ് ശരിക്കും കുടുംബം എന്ന് പറയുന്നത്. ഇനി നമ്മൾ സാധാരണ കുടുംബം എന്ന് പറയുന്നത് അഹ്ല് എന്നതിനാണ്. ഖു അൻഫുസക്കും വ അഹ്ലീക്കും നാറ എന്ന് പറഞ്ഞ അഹ്ല്, അതിൽ വരുന്നത് ഭാര്യയും മക്കളും ഭർത്താവും. നിങ്ങൾ അതിൽ ഒന്നാമത് വരിക ഭാര്യയും ഭർത്താവുമാണ്. അതായത് സ്വർഗത്തിലെല്ലാവരും ഭാര്യയും ഭർത്താവുമായിട്ടാണ് കഴിയുക. മക്കളുണ്ടാവില്ല എന്നാണ്. മക്കൾ വേറെ ആയിരിക്കും. പെൺകുട്ടികളൊക്കെ ഓലെ പുതിയാപ്പൻ്റെ ഒപ്പം കെട്ടിച്ചുകൊടുത്ത്, ആൺകുട്ടികളപ്പോൾ ഒക്കെ ഓലെ പെണ്ണുങ്ങളപ്പോൾ ഒക്കെ വേറെയാണ്. ഭാര്യയും ഭർത്താവുമായിട്ടാണ്. എവിടെ ഉണ്ട്? സൂറത്തു യാസീനിലുണ്ട്. ഹും വ അസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായിക്കി മുത്തക്കിഊൻ. അവരും അവരുടെ ഇണകളും സ്വർഗത്തിലെ മരത്തിൻ്റെ താഴ്ഭാഗത്ത് ചാരുകട്ടിലിൽ ചെരിഞ്ഞിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ ഭാര്യയും ഭർത്താവുമാണ്. അതാണ് അഹ്ലി എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം.
അപ്പം അതുകൊണ്ട് എല്ലാവരും തൻ്റെ അഹ്ലിനെ സംരക്ഷിക്കണം നരകത്തെ തൊട്ട് എന്ന് പറഞ്ഞതിന് ഒന്നാമത് നൽകിയിട്ടുള്ള അർത്ഥം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും നരകത്തെ തൊട്ട് സംരക്ഷിക്കണം എന്നാണ്. ഈ ബോധത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. ഭർത്താവ് സുബഹിക്ക് നീച്ചില്ലെങ്കിൽ ഭാര്യയ്ക്ക് സങ്കടം വരും. ഒരു വക്ത് നിസ്കാരം നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പേരിൽ 50,000, വേറെ അഭിപ്രായത്തിൽ 80,000 കൊല്ലം പരസ്പരം കാണാതിരിക്കേണ്ടി വരുമെന്നാണ്. ഭാര്യൻ്റെ ഒരു നിസ്കാരം നഷ്ടപ്പെട്ടു സുബഹി, എന്നാൽ ഭാര്യയും ഭർത്താവും ഒരു വക്ത് നിസ്കാരത്തിൻ്റെ പേരിൽ 50,000 കൊല്ലം മഹ്ശറയിൽ കാണാതിരിക്കുമെന്നാണ്. 5 കൊല്ലം കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഫാമിലീസ് എടുത്ത് കൊണ്ടുപോകുന്നത്. അങ്ങനത്തെ ആൾക്കാർ 50,000 കൊല്ലം കാണാതിരിക്കേണ്ടി വരും. അപ്പം നമുക്ക് സങ്കടം വരും, പഠിച്ചോനെ അങ്ങനെ ഉണ്ട്. അപ്പോൾ വിളിക്കാൻ തോന്നും. ഇന്നിപ്പോൾ പെരയിൽ എന്താ വെച്ചാൽ കാരണന്മാരൊക്കെ സുബഹിക്ക് നീച്ചും, പക്ഷേ ഇളകോതെ നീച്ച് ലൈറ്റിടോതെ വെള്ളിയേക്ക് പോയി അങ്ങനെയൊന്നും ചെയ്യണ്ട. ബാങ്ക് കൊടുക്കണവരെയൊക്കെ ഓക്കെ, തഹജ്ജുദിൻ്റെ നേരത്തൊക്കെ പിന്നെ ഇനിയിപ്പോൾ എല്ലാവരും കൂടി വിളിച്ചോണ്ടണ്ട. ബാങ്ക് കൊടുത്താൽ വിളിക്കണം, എല്ലാ ലൈറ്റും ഇടണം, വിളിക്കണം, അങ്ങനത്തെ ശീലം കൊണ്ടുവരണം. ഒക്കെ തന്നെ നല്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബസംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ കുടുംബസംഘം പല അർത്ഥത്തിലും നടത്തലുണ്ട്. തെക്കേതിലെ കുടുംബസംഗമം, വടക്കേതിലെ കുടുംബസംഗമം, പടിഞ്ഞാറയിലെ കുടുംബസംഗമം, അങ്ങനെയൊക്കെ ഉണ്ടാവും. മേലേതിലെ കുടുംബസംഗമം, താഴത്തേതിൽ കുടുംബസംഗമം, നടുവിലെ കുടുംബസംഗമം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഉണ്ടാവും. ഇതും അങ്ങനെയല്ല. ഇതിപ്പോൾ ഈ പ്രദേശത്തെ നമ്മളെ മദ്രസയിൽ പഠിച്ച ആളുകളുടെ കുടുംബങ്ങളുടെ ഒരു സംഗമം, അതൊരു കുടുംബം തന്നെയാണ്. എല്ലാ ബന്ധങ്ങളും, എല്ലാ കുടുംബങ്ങളും, എല്ലാ കൂടിച്ചേരലുകളും സ്വർഗത്തിലേക്കായി മാറണം. അപ്പോഴാണ് വിജയം എന്ന് പറഞ്ഞത്. ഈ ഒത്തൊരുമിക്കലൊക്കെ ഇതിനേക്കാൾ സന്തോഷകരമായ തരത്തിൽ, ഇതിനേക്കാൾ നല്ല സൗകര്യങ്ങളിൽ, ഇതിനേക്കാൾ നല്ല പായസവും കുടിച്ച്, ഇതിനേക്കാൾ നല്ല പന്തലിൽ, സ്വർഗം എന്ന് പറയുന്നതിലെ ഏറ്റവും ഉന്നതമായ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഉപകാരപ്പെടണം. അപ്പോഴാണ് നമ്മൾ ധന്യമാകുന്നത്.